ഹലോ മക്കളെ, വെൽക്കം ടു ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. അപ്പൊ നമ്മുടെ 9ാം ക്ലാസ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിന് 5th ചാപ്റ്റർ വരെയായിരുന്നു അല്ലെ ഉണ്ടായിരുന്നത്. ക്രിസ്മസ് എക്സാമിന് 5ാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി ആൻഡ് പവർ വരെയായിരുന്നു നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വീണ്ടും ഒരു വൺ ഷോട്ടുമായിട്ട് മിസ് വന്നിട്ടുണ്ട്. കറന്റ് ഇലക്ട്രിസിറ്റിയിലെ മുഴുവൻ കോൺസെപ്റ്റും ഇന്നത്തെ ഒരു ക്ലാസ്സോടുകൂടി നിങ്ങൾക്ക് സെറ്റ് ആക്കി കൈതരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. എല്ലാവരും റെഡി അല്ലേ മക്കളെ? റെഡി സെറ്റ് ആണെങ്കിൽ പറഞ്ഞേ ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി? കറണ്ടിനെ കുറിച്ചും അല്ലെ, എന്താണ് കറണ്ട്, എന്താണ് ചാർജ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. സോ ഇവിടെ രണ്ട് ചിത്രങ്ങൾ നമുക്ക് കാണാം അല്ലെ. നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിമിലെ രണ്ട് ആൾക്കാരുടെ അല്ലെ ചിത്രങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതില് ഒന്നാമത്തത് കാണിക്കുന്നത് ആരെയായിരിക്കും? അവര് തമ്മിൽ മുടിഞ്ഞ ഇടിയാണ്. ഇടി എപ്പോഴാണ് ഇടി നടക്കാം? ഒരേ ചാർജ് വരുമ്പോഴാണോ, വ്യത്യസ്ത ചാർജ് വരുമ്പോഴാണോ ഇടി നടക്കുക? ലൈക്ക് ചാർജസ് വരുമ്പോൾ അവന്മാർ തമ്മിൽ റിപ്പൽഷൻ ആയിരിക്കും. എന്നാൽ അൺലൈക്ക് ചാർജസ് വരുമ്പോൾ എന്തായിരിക്കും? അൺലൈക്ക് ചാർജസ് തമ്മിൽ പ്യാറാണ്, ഇഷ്ടമാണ്, മമതയാണ് അല്ലെ. എന്തായിരിക്കും? ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരിക്കും. സോ ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഇതാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് അല്ലേ ഈ ചാപ്റ്ററിൽ കിട്ടുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു സ്കെയിലൊക്കെ തലയിൽ വെച്ചിട്ട് ഇവിടെ കുറെ പേപ്പർ പീസസ് ഒക്കെ വെച്ചാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. ഇവിടെ കുറെ പേപ്പർ പീസസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടെങ്കിൽ ആ സ്കെയിൽ എന്ത് ചെയ്യും? പേപ്പറിനെ അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക് ചാർജസ് ആണ് ഫോം ചെയ്യുന്നത്. സോ സ്റ്റാറ്റിക് ചാർജസിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഒരു ആനിമേഷൻ നമുക്ക് കാണാം. സ്റ്റാറ്റിക് ചാർജസിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേരെന്താണ്? എന്താണ് പറഞ്ഞോളൂ. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഇലക്ട്രോസ്കോപ്പ് എന്നുള്ള ഡിവൈസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാറ്റിക് ചാർജസ് അല്ലെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇതിലെ ലീവ്സ് ഒക്കെ നമുക്ക് ഒരു പോസിറ്റീവ് ചാർജുള്ള കണ്ടക്ടർ ഒക്കെ കൊണ്ടുവച്ചപ്പോൾ ലീവ്സ് എന്ത് ചെയ്തു? പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറി. ഇനി നമുക്ക് ഈ പോസിറ്റീവ് ചാർജിനെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്താൽ മതി? എർത്തിങ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ എല്ലാം ഓടിപ്പോയി ന്യൂട്രലൈസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ലീവ്സ് ഒക്കെ തമ്മിൽ വീണ്ടും പഴയപടിയായി. എന്താ, ഒന്നും കൂടെ ചെയ്തു നോക്കാം. നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. കണ്ടക്ടർ വെച്ച് കഴിഞ്ഞ് പോസിറ്റീവ്ലി ചാർജിലായി കണ്ടക്ടർ കൊണ്ടുവന്ന് തൊട്ടപ്പോ, പോസിറ്റീവ് ചാർജിൽ ആളെ കൊണ്ട് തൊട്ടപ്പോ ഇവനെല്ലാം പോസിറ്റീവായിട്ട് ഇതളുകൾ തമ്മിൽ റിപ്പൽ ചെയ്തു. ലീവ്സ് തമ്മിൽ എർത്തിങ് നടത്തിയപ്പോ എല്ലാ ഇലക്ട്രോൺസും ഓടിപ്പോയി പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്തു. എപ്പോ വരെയാണ് ഇവിടെ ചാർജിന്റെ ഫ്ലോ ഉള്ളത്? കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ചാർജ് ഉണ്ടോ കുറെ നേരത്തേക്ക്? ഇല്ല. ടെമ്പററി ആയിട്ട് മാത്രമാണ് ചാർജിന്റെ ഫ്ലോ ഉള്ളത്. എപ്പോ വരെ? ഇവിടെ ന്യൂട്രലൈസേഷൻ നടക്കുന്നത് വരെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, ചാർജ് ക്യാൻസലേഷൻ നടക്കുന്നത് വരെ ഫ്ലോ ഓഫ് ചാർജസ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം ഉണ്ടാവും, ഒരു സർക്യൂട്ടുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. സോ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഇലക്ട്രോസ്കോപ്പിൽ പ്രസന്റ് ആയിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണോ മൂവിങ് ആണോ? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സ്റ്റാറ്റിക് ചാർജസ്. ഓക്കെ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ അല്ലെ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ അതിന്റെ പ്രസൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദിസ് ചാർജ് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ? ചാർജ് ഗെറ്റ് ന്യൂട്രലൈസ്ഡ് അല്ലെങ്കിൽ ചാർജ് ന്യൂട്രലൈസസ് എന്ന് പറയാം. Will the flow of charge be sustained in this arrangement for a very long time? No, the charge will not sustain in this arrangement. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു ആനിമേഷൻ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയണം, ഇലക്ട്രോസ്കോപ്പിലാണോ ചാർജ് സസ്റ്റെയിൻ ചെയ്യുന്നത്, അതോ ഇപ്പൊ കാണുന്ന ഈ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബൾബ് കത്തി. യെസ്, ബൾബ് കത്തി. ബൾബ് കിടുന്നുണ്ടോ? ഇല്ല. സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ ബൾബ് ഗ്ലോ ചെയ്യുകയും കണ്ടിന്യൂസ് ആയിട്ട് ബൾബ് ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സോ എന്താ ഇതിന്റെ പ്രത്യേകത? യെസ്, നോക്കാം. എന്താ ഇതും നേരത്തെ കണ്ട സർക്യൂട്ട് തമ്മിൽ വ്യത്യാസം? Will the flow of charge be sustained അല്ലെങ്കിൽ current be sustained? Flow of charge എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. Sustained in the circuit when it is switched on. Yes, of course, yes, it happens. What is the difference അല്ലെങ്കിൽ what difference is there in the flow of current in figure 6.1a? എന്താണ് ടെക്സ്റ്റ് ബുക്കിലെ 6.1a എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇലക്ട്രോസ്കോപ്പ് ആണ്. ഇലക്ട്രോസ്കോപ്പും
ഇവിടെ എന്താണ് രണ്ടാമത് തന്നിട്ടുള്ള ബൾബ് ക്ലോ ചെയ്ത സർക്യൂട്ടും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത്? ഇൻ ദ ഫസ്റ്റ് സർക്യൂട്ട് there is a flow of charge for a short interval of time. അപ്പം ആദ്യത്തെ സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോസ്കോപ്പ് ആണ്. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട് അല്ലെ ചാർജിന്റെ ഫ്ലോ ടെമ്പററി ആയിട്ടാണ് നടക്കുന്നത്. there is a continuous flow of charge in the second, but in the second circuit, that is for figure 6.1b, there is a continuous flow of charge in the circuit, അല്ലെങ്കിൽ current flow എന്താണ് sustain ചെയ്യുന്നുണ്ട്. Sustained current is sustained in the circuit number 2, that is 6.1b. clear? yes, അത് മനസ്സിലായി. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്താണ് കറണ്ട്? ആരായി ഓടുന്നത്? ആരാ മക്കളെ? ഒരു കണ്ടക്ടറിലൂടെ ഇങ്ങനെ ഓടുന്ന ആൾക്കാർ ആരാ ഓടുന്നത്? യെസ്, ആരെ കാണിക്കുന്നത്? ഫ്ലോ ഓഫ് ചാർജസിനെയാണ്. ഫ്ലോ ഓഫ് ചാർജസ് ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. സോ ദ മോഷൻ ഓഫ് ചാർജസ് ആണ് കറണ്ട് ഉണ്ടാക്കുന്നത്. ദ മോഷൻ ഓഫ് ചാർജസ് ക്രിയേറ്റ്സ് കറണ്ട്. കറണ്ട് ഈസ് ഫോംഡ് ഇൻ കണ്ടക്ടേഴ്സ് ബൈ ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പൊ ഈ ഓടുന്നവൻ ആരാ? ഫ്രീ ആയിട്ട് നടക്കുന്ന മനുഷ്യന്മാരാണ്. ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇൻ ഇറ്റ് ആൻഡ് ദ ഫ്ലോ ഓഫ് അയോൺസ്. അപ്പൊ ഗ്യാസസിലാണെങ്കിലും ഇലക്ട്രോലൈറ്റിലാണെങ്കിലും എന്താണ്? അയോൺസിന്റെ ഫ്ലോ ആണ് കറണ്ട് ഉണ്ടാക്കുന്നത്. എന്താ പറഞ്ഞത്? ഒരു കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാക്കുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിൽ ഗ്യാസസിലും ഇലക്ട്രോലൈറ്റ്സിലും ഫ്ലോ ഓഫ് അയോൺസ് ആണ്, അയൺ അല്ല, അയോൺസ് ആണ് കറണ്ട് ഉണ്ടാക്കുന്നത്. പഠിച്ചല്ലോ. Current is formed in conductors by the flow of free electrons in it and by the flow of ions in gases and electrolytes. ഓർത്തു വെച്ചോളൂ, കണ്ടക്ടേഴ്സിൽ കറണ്ട് ഉണ്ടാക്കുന്നത് ഫ്ലോ ഓഫ് ചാർജസ് ആണെങ്കിൽ ഫ്ലോ ഓഫ് അയോൺസ് ആണ്. അയോൺസ് ആയിട്ട് മാറിയിട്ട് അയോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിലും ഗ്യാസസിലും ഒക്കെ കറണ്ട് ഉണ്ടാക്കുന്നത്. ക്ലിയർ? യെസ്, കണ്ടില്ലേ? ഇലക്ട്രോൺസ് ഒഴുകുന്ന പോക്ക് കണ്ടോടാ? കണ്ടോ? അപ്പൊ ഇതാണ് കറണ്ട് എന്ന് പറയുന്നത്. സോ കൂളോം, വാട്ട് ഈസ് കൂളോം? കൂളോം ഈസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കോൾഡ് കൂളോം. എന്താണ് കൂളോം? ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം എന്ന് പറയുന്നത്. മറന്നു പോകരുത്. ഓക്കെ, സോ കൂളോമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്? ക്യാപിറ്റൽ സി. ഇനി ദേ നമ്മുടെ ജഗതി ചേട്ടന്റെ തലയിലേക്ക് നമ്മുടെ ശ്രീനിവാസൻ ഫ്രണ്ട്സ് സിനിമയില് എന്താ ചുറ്റിക താഴെ വീണ കഥ ഓർമ്മയുണ്ടല്ലോ? മണ്ടത്തരം പറ്റിട്ട് വീണത്, എന്നാലും വീണത് ഓർമ്മയുണ്ട്. ഇതെന്തിനായിരിക്കും ഞാൻ കാണിച്ചത്? ഇന്നസെന്റ് നമ്മുടെ ക്രോണിക് ബാച്ചിലറിൽ പൈപ്പ് തുറന്നു നോക്കിയപ്പോ കണ്ടോ ദേ പൈപ്പിന്റെ അടിയിൽ പോയി വന്നപ്പോ പൈപ്പിൽ നിന്ന് എന്ത് ചെയ്തു? വെള്ളം തെറിച്ചു. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വന്നു. ആണല്ലോ. ഇനി നോക്കൂ, നമ്മുടെ ചതിക്കാത്ത ചന്തവല് പ്രേതം സീന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പ്രേതത്തെ ക്രിയേറ്റ് ചെയ്തത്, പ്രേതം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കാറ്റ് വീശിയ കഥ ഓർമ്മയുണ്ടോ? എവിടുന്നാ? സ്ട്രോങ് ആയിട്ടുള്ള പ്രഷർ കൂടിയ റീജിയൻ എന്ത് ചെയ്യുന്നു? എവിടുന്ന് എങ്ങോട്ടാ എയർ മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്നത്? ഹൈ പ്രഷർ ടു ലോ പ്രഷർ റീജിയനിലാണ്. ആണല്ലോ. സോ നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 സിറ്റുവേഷൻസ് തന്നത്. ബോൾ ഫോളിംഗ് ഡൗൺ അല്ലെങ്കിൽ ചുറ്റിക ഫോളിംഗ് ഡൗൺ. എവിടുന്ന് എങ്ങോട്ടാ ഹാമർ വീണത്? ഡൗൺവേർഡ്സ് ഫ്രം എ ഹയർ ലെവൽ ടു ലോവർ ലെവൽ. മുകളിൽ നിന്നും താഴേക്കാണ് എന്ത് ചെയ്യുന്നത്? ബോൾ വീഴുന്നത്. ഫ്ലോയിങ് എയർ എവിടുന്നാണ്? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്കാണ് ഇവിടെ കാറ്റ് വീശിയത്. സോ ഇറ്റ് ഈസ് ഫ്രം ഹയർ റീജിയൻ ടു ലോവർ, അതായത് ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആണ് എയർ ഫ്ലോ ചെയ്യുന്നത്. ഫ്ലോയിങ് ഓഫ് വാട്ടർ എവിടുന്ന് എങ്ങോട്ടാണ്? ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക്. നമ്മുടെ ഇന്നസെന്റിന്റെ മുഖത്തേക്ക് വെള്ളം വീണത് ഇങ്ങനെ കുനിഞ്ഞു നോക്കിയപ്പോ മുകളിൽ നിന്ന് താഴേക്കാണ് വെള്ളം വീണത്. സോ ഫ്രം എ ഹയർ ലെവൽ ടു ലോവർ ലെവൽ ആണ്. കിട്ടിയില്ലേ മക്കളെ? സെറ്റ് ആയില്ലേ? സോ there should be a difference in energy levels. എന്തുകൊണ്ടാ? ഹയർ റീജിയൻസിൽ നിന്ന് ലോവർ റീജിയൻസിലേക്ക് വീണമെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടിയ സ്ഥലത്ത് നിന്ന് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ സ്ഥലത്തേക്കാണ് വാട്ടർ ഫ്ലോ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ടാങ്ക് വെക്കുന്നതും വീടിന്റെ പൊക്കത്ത് കയറ്റിട്ടാണ് വെക്കുന്നത്. ഹൈ പൊട്ടൻഷ്യൽ എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈ പൊട്ടൻഷ്യൽ എനർജി ടു ലോ പൊട്ടൻഷ്യൽ റീജിയനിലേക്കാണ്, അല്ലെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ റീജിയനിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. സോ there should be a difference in energy levels between 2 points for any type of flow is to occur. എന്തിനു വേണ്ടിയിട്ടാ? എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലോ സംഭവിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിട്ടുണ്ടാവണം? എനർജി ലെവൽസ് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. യെസ്, there should be
there should be a difference in energy levels. മനസ്സിലായല്ലോ? എനർജി ലെവൽസ് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? യെസ്, ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പൊ ഫ്ലോ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? there should be a difference in energy levels. ക്ലിയർ ആയി? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ഈ ടേബിൾ ഫിൽ ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ എന്താണ്? ബോൾസ് ഫോളിംഗ് ഡൗൺ എവിടുന്ന് എങ്ങോട്ടാണ്? ഹയർ ടു ലോവർ റീജിയൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചു മുന്നേ നമ്മൾ കണ്ടു എന്ത്? സ്വിച്ച് ഓൺ ചെയ്താൽ അവിടെ ബൾബ് കത്തും. എന്നാൽ നമുക്ക് അടുത്ത ഒരു സർക്യൂട്ട് നോക്കാം സർ. അടുത്ത ഒരു കാര്യം നോക്കാം. Will the bulb glow if the switch is on? Switch is on. No. Another one is there? No. Yes. Okay, നമുക്ക് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് കത്തുമോ? ബൾബ് കത്തുമോ? ഇവിടെ വെക്കാം. സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ്, ഏതെങ്കിലും സ്വിച്ച് ഓൺ ചെയ്ത് നോക്കി, കത്തിയോ? കാത്തിരുന്ന് ബൾബും കത്തിയില്ല, ഒന്നും കത്തിയില്ല. നമ്മുടെ ജ്യോതിയും വന്നില്ല എന്നൊക്കെ പറയില്ലേ കിൽക്കത്തിൽ, അതുപോലെ ബൾബും കത്തിയില്ല, ഒന്നും കത്തിയില്ല. എന്തുകൊണ്ടാ? ഫോർ ദ ബൾബ് ടു ഗ്ലോ ഇൻ എ സർക്യൂട്ട്. ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ മക്കളെ എന്ത് വേണം? ഹിയർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റിനും ക്യൂ എന്ന് പറയുന്ന പോയിന്റിനും ഇടയിൽ എന്തുണ്ടായിരിക്കണം? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. there is no potential difference is maintained between the ends, that is P and Q. Therefore bulb will not glow. No, it is not possible matter. So what is potential difference? Potential difference എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? there should be a potential difference between two ends of the conductor if there is a flow of current, അല്ലെങ്കിൽ there is to be a flow of current between them. രണ്ട് ends തമ്മിൽ, ഒരു കണ്ടക്ടറിന്റെ രണ്ട് അറ്റങ്ങൾ തമ്മിൽ, ends തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ കറണ്ട് അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ഉണ്ടാവുന്നത്. Okay, so current flows from a high electric potential to a point of low electric potential. അപ്പൊ പൊട്ടൻഷ്യലിലെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കറണ്ടിന്റെ ഫ്ലോ നടക്കുന്നത്. മനസ്സിലായല്ലോ? there should be a current flow അല്ലെങ്കിൽ there should be a potential difference in order to keep the current, അല്ലെങ്കിൽ in order to the flow of current. കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? യെസ്, ഒരു പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ? യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഈസ് വോൾട്ട്. ബിക്കോസ് പൊട്ടൻഷ്യലും നമ്മൾ പറയാറുണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ വോൾട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വോൾട്ട്മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദിസ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേരെന്താണ്? വോൾട്ട് മീറ്റർ ആണ്. അതേപോലെ തന്നെ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ദാറ്റ് ഈസ് വോൾട്ട്. നിസ്സാരമല്ല ഇതൊക്കെ എന്ത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം സാർ? 1 വോൾട്ടിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആനിമേഷൻ കാണാം നമുക്ക്. 1 വോൾട്ട്. വാട്ട് ഈസ് 1 വോൾട്ട്? What is 1 volt? Yes. What is ഇവിടെ കാണിക്കാം. What is 1 volt? കുഞ്ഞാക്കിട്ട് ഇവിടെ കാണിക്കാം നമുക്ക്. Yes. What is 1 volt? Center. Yes. What is 1 volt? ശ്രദ്ധിച്ചിരിക്കണേ. If 1 joule of work is done to move 1 coulomb of charge from one point to another point, the potential difference is 1 volt. ഒന്നും കൂടെ കാണാം ആനിമേഷൻ. ഒരാളുടെ അടുത്തുനിന്ന് ഒരു കൂളം ചാക്കിനെ അടുത്ത ആളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ചെയ്ത വർക്ക് 1 ജൂൾ ആണെങ്കിൽ അവന്മാർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. ഒരു കൂളം ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി 1 ജൂൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്മാർ തമ്മിലുള്ള പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും മക്കളെ? എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. മനസ്സിലായോ? 1 വോൾട്ട് ആയിരിക്കും. 1 coulomb of charge-നെ 1 point to another point ലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് 1 joule ആണെങ്കിൽ the potential difference between them will be 1 volt. ക്ലിയർ ആയെങ്കിൽ, റെഡി ആയെങ്കിൽ എല്ലാവരും കമന്റ് ഇട്ടോളൂ. സെറ്റ് ആയില്ലേ? യെസ്, അത്രേ ഉള്ളൂ. ഓക്കെ, അത് മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് നേരത്തെ കണ്ട ഫിഗർ ഓർമ്മയില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സോ
ടു ഗ്ലോ ദ ബൾബ് കണ്ടിന്യൂസ്ലി, ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്യണമെങ്കിൽ there should be an external source. അപ്പൊ ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യാത്ത എന്താ? ഇങ്ങനെ ഒരു മനുഷ്യനെ ഇവിടെ കണക്ട് ചെയ്തായിരുന്നെങ്കിൽ സെറ്റായതിന്റെ സംഭവം എന്താ പരിപാടി? എന്താ? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ബൾബ് അടിപൊളിയായിട്ട് കത്തിയനടാ. സോ ഇങ്ങനെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്റ്റേണൽ സോഴ്സ് വേണം. അതിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ് ഓഫ് EMF. What is source of EMF? To glow the bulb continuously. കണ്ടിന്യൂസ് ആയിട്ട് ബൾബ് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ സോഴ്സ് കൊടുക്കണം. There should be a source of EMF. Okay, മനസ്സിലായല്ലോ? Which are the sources of EMF? പറഞ്ഞോളൂ. Then what is EMF എന്ന് നമുക്കറിയണം. Electromotive force or EMF is the ability to maintain the potential difference between the ends of the conductor. എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറുടെ രണ്ടറ്റങ്ങൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? EMF. എന്താ പറഞ്ഞത്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇസ് ദ എബിലിറ്റി, കഴിവാണ് എന്തിനു വേണ്ടിയിട്ട്? മെയിൻറ്റെയിൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എത്രയാ മക്കളെ? ഇറ്റ് ഈസ് വോൾട്ട്. വോൾട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വോൾട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് EMF. കാരണം എന്താ? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ തന്നെയാണ് നമ്മൾ EMF എന്ന് പറയുന്നത് അല്ലെ? സോ എവിടുത്തെ EMF? ഈ കേസിൽ EMF എന്ന് പറയുന്നത്. സോ വോൾട്ട് മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് EMF. EMF മെഷർ ചെയ്യാനും പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനും ഒക്കെ ഡിവൈസിന്റെ പേരെന്താണ്? വോൾട്ട് മീറ്റർ. അതിന്റെ സിമ്പൽ എങ്ങനെയാ എഴുതാം? യെസ്, ഒരു സർക്യൂട്ടില് വോൾട്ട് മീറ്ററിനെ കാണിക്കാൻ ഇങ്ങനെയാണ് കാണിക്കുക. ഇതാണ് സിമ്പൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സിമ്പൽ ഫോർ വോൾട്ട് മീറ്റർ. സോ വോൾട്ട് മീറ്റർ ആണ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. വോൾട്ട് മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് EMF. ഒരു സർക്യൂട്ടിൽ അവനെ ഇങ്ങനെ സിമ്പൽ ഉപയോഗിച്ചാണ് കാണിക്കുക. സോ സോഴ്സസ് ഓഫ് EMF ഏതൊക്കെയാണ് മക്കളെ? EMFന്റെ സോഴ്സസ് ജനറേറ്റർ, സെല്ല്, സെല്ലിന്റെ കൂട്ടമായിട്ടുള്ള ബാറ്ററി, അതേപോലെ സോളാർ സെൽ. ഇവമാരൊക്കെ എന്തിനു ഉപയോഗിക്കുന്നതാണ്? EMFന്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നവന്മാര് ആരൊക്കെയാണ്? ജനറേറ്റർ ഉണ്ട്, സെല്ലുണ്ട്, ബാറ്ററി ഉണ്ട്, പിന്നെ എന്തുണ്ട്? സോളാർ സെൽ ഉണ്ട്. ഇതൊക്കെ എന്തിനാണ്? സോഴ്സസ് ഓഫ് EMF. EMF ഉണ്ടാക്കാൻ വേണ്ടി, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ആളുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. സോ നമുക്കിനി എന്ത് ചെയ്യണം? ജനറേറ്ററിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താ നോക്കാം. എന്താ മക്കളെ ജനറേറ്ററിൽ നടക്കുന്ന? ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഹീറോ ആണ് അല്ലെ? ഇൻവെർട്ടർ ഒക്കെ ഉണ്ട്. ഇപ്പൊ പണ്ടെന്തായിരുന്നു? മിസ്സൊക്കെ പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോ അവിടെ ജനറേറ്റർ ഇങ്ങനെ സൗണ്ട് കേൾക്കാം, വല്ലാത്തൊരു സൗണ്ട്. ആ സൗണ്ട് എന്താണ്? യെസ്, മെക്കാനിക്കൽ എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, കറക്കമുണ്ട്, എന്തോ കറങ്ങുന്നുണ്ട്, എന്തോ കറങ്ങിയിട്ട് എന്തുണ്ടാക്കാണ്? കറണ്ട് ഉണ്ടാക്കാണ്. സോ മെക്കാനിക്കൽ എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസിന്റെ പേര് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇലക്ട്രിക് ജനറേറ്റർ അല്ലെങ്കിൽ ജനറേറ്റർ എന്ന് പറയാം. സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ വൈൽ ചാർജിങ്, ചാർജ് ചെയ്യുന്ന സമയത്ത് സെൽ എന്താ ചെയ്യുന്നത്? ഈ സെല്ലല്ല, ചാർജ് ചെയ്യുന്ന സമയത്ത് സെൽ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക്കൽ ടു കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. എന്നാൽ യൂസ് ചെയ്യുന്ന സമയത്ത്, യൂസ് ചെയ്യാ പറഞ്ഞ ഡിസ്ചാർജിങ് നടക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്? ഈ സ്റ്റോർ ചെയ്ത കെമിക്കൽ എനർജിയെ എന്തായിട്ട് മാറ്റും? ഇലക്ട്രിക്കൽ ആയിട്ട് മാറ്റും. മനസ്സിലായോ? അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ടും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ടു ഇലക്ട്രിക്കൽ ആയിട്ടും കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ രണ്ട് കേസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്, അനിമേഷൻസ് ഒക്കെ. ഒന്നുമില്ല, ഒരു സർക്യൂട്ട് കണക്ട് ചെയ്തു, ബൾബ് കത്തി. എന്നാലോ എ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്, ബി എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ഹയർ പൊട്ടൻഷ്യൽ എവിടെയാണ്? വാട്ടറിന്റെ ഹൈറ്റ് കൂടുതൽ എയിലാണ്, ഹൈറ്റ് കുറവ് ബിയിലാണ്. സോ വാട്ടർ സർക്യൂട്ടില് ആരാണ്? വാട്ടർ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് എ ടു ബി വന്നു, അപ്പൊ ബി ടു എ പമ്പ് ഉപയോഗിച്ച് പോയി. എ ടു ബി വെള്ളം വരുന്നു, ബി നെയിലേക്ക് പമ്പ് ഉപയോഗിച്ച് പോകുന്നു. സോ ആരാണ് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടെയുള്ള വ്യത്യാസം, കണ്ടിന്യൂസ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ? ഇവിടെ പമ്പാണ് അല്ലെ? അപ്പൊ പമ്പ് എന്തിനാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫ്ലോ ഓഫ് വാട്ടർ. എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകും, പിന്നെ ബി എന്ന് എയിലേക്ക് പമ്പ് ഉപയോഗിച്ച് ഒഴുകുന്നു, പിന്നെ എ എന്ന് ബിയിലേക്ക് ഒഴുകുന്നു, പിന്നെ എന്ത് ചെയ്യും അല്ലെ?
അപ്പൊ ആരാണ്? പമ്പാണ് ഇവിടെ ഫ്ലോ ഓഫ് വാട്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ആരാണ്? ഈ കേസിൽ ആരാണ്? ഫിഗർ 1 ആരാണ്? സെല്ലാണ്. സോ സെൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെല്ലാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പമ്പാണ് ഫ്ലോ ഓഫ് വാട്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ എന്താണ്? സെല്ലാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജിനെ കൊടുക്കുന്നത്. ഓക്കെ, സെല്ലാണ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജിനെ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ? ക്ലിയർ. ഓക്കെ, ഇവിടെ വാൾവ് ആണെങ്കിൽ ഇവിടെ ആരാണ്? സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് പരിപാടി നടക്കുന്നത്. ഇവിടെ വാൾവ് ഓപ്പൺ ചെയ്യുമ്പോഴാണെങ്കിൽ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് നടക്കുന്നത്. മനസ്സിലായി? യെസ്, ക്ലിയർ. സോ നമ്മൾ എന്ത് ചെയ്യാണ്? യെസ്, കണക്ട് 1.5 വോൾട്ടും 3 വോൾട്ടും 6 വോൾട്ട് ബാറ്ററീസ് ഒരു സർക്യൂട്ടിൽ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ സർ, 1.5 വോൾട്ടും 3 വോൾട്ടും യെസ് എത്രയും 6 വോൾട്ടും നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. യെസ്, സ്റ്റാർട്ടിങ് നെക്സ്റ്റ് ആനിമേഷൻ. യെസ്, ഓക്കെ, ഫ്രണ്ടിൽ നോക്കാം. അപ്പൊ എന്താ, നമ്മുടെ 1.5 വോൾട്ട് ഉണ്ട്. കത്തി കത്തി കത്തി. യെസ്, അപ്പൊ എത്രയായിരിക്കും എന്നറിയോ പൊട്ടൻഷ്യൽ വ്യത്യാസം? വോൾട്ട് മീറ്റർ എപ്പോഴും നമ്മുടെ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ആളിന് പാരലൽ ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പൊ സെല്ല് 1.5 വോൾട്ടിന് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തപ്പോ എത്ര കിട്ടിയെന്നറിയോ? 1.5 തന്നെ കിട്ടി. ശ്രദ്ധിക്കണം, ഒന്ന് വലുതാക്കി കാണിച്ചു കൊടുക്കാം. സൂം ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് നോക്കിക്കോ, എത്ര കിട്ടി റീഡിങ്? എത്ര കിട്ടി മക്കളെ റീഡിങ്? അത് മാത്രം, ഇത് മാത്രം ഒന്ന് സൂം ചെയ്യാം. റീഡിങ് നോക്കണേ, റീഡിങ് നോക്കണേ. എത്ര കിട്ടിയേ? ഏകദേശം 1.5 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. ഇനി നമുക്ക് മാറ്റിയിട്ട് നോർമൽ ആക്കിയിട്ട് സൂം മാറ്റിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഒരു സെല്ലൂടെ കണക്ട് ചെയ്ത് നോക്കാം. ഒരു സെല്ല് കണക്ട് ചെയ്ത് 1.5ന്റെ അപ്പൊ 1.5 വോൾട്ട് കിട്ടിയ ക്രോസ് ബൾബിന് അക്രോസ് 1.5 വോൾട്ട്. ഇനി സ്വിച്ച് ഓൺ ഓഫ് ചെയ്തു, ഒരു സെല്ലൂടെ ആഡ് ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്യാം. എത്രയായി ടോട്ടൽ? എത്രയായി? 1.5ഉം 1.5 വന്നപ്പോ എത്രയായി? യെസ്, 3 വോൾട്ട് ആയിട്ടുണ്ടാവും. ഇനി നോക്കണ്ട, 3 വോൾട്ട്. ഇനിയോ? ഇനി സ്വിച്ച് ഓഫ് ചെയ്യാം, ഒരു സെല്ലൂടെ കണക്ട് ചെയ്യാം. അപ്പൊ എത്രയായി? 6 വോൾട്ട് കണക്ട് ചെയ്തേ. ഇനി 6 വോൾട്ട് കണക്ട് ചെയ്ത ബൾബ് നന്നായിട്ട് കത്തി. എത്ര കിട്ടി വോൾട്ടേജ് പൊട്ടൻഷ്യൽ വ്യത്യാസം? 6 വോൾട്ട് തന്നെ കിട്ടി. 1.5 വെച്ചാൽ 1.5, ഒന്നെടുത്ത 10 എടുത്തപ്പോ ഏതെടുത്താലും 10 വന്നല്ലേ. ആദ്യം 1.5 വെച്ചപ്പോ 1.5, പിന്നെയോ 3 വെച്ചപ്പോ 3, 6 വെച്ചപ്പോ 6 മതി, മാറ്റാം. അപ്പൊ ഇവിടുന്ന് എന്താ മനസ്സിലായത്? ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനുള്ള സമയമാണിത്. സോ 1.5 വെച്ചപ്പോൾ ബൾബിൽ കിട്ടിയ വോൾട്ടേജ് എത്രയാണ്? 1.5 ആണ്. 3 വോൾട്ട് വെച്ചപ്പോൾ ബൾബിൽ കിട്ടിയത് എത്രയാണ്? 3 വോൾട്ട് തന്നെയാണ്. 6 വോൾട്ട് വെച്ചപ്പോൾ ബൾബിൽ കിട്ടിയത് എത്രയാണ്? 6 വോൾട്ട് തന്നെയാണ്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്തത്? ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടാവാം. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ ഇനി കോമ്പിനേഷൻ ഓഫ് സെൽസിനെ കുറിച്ച് പഠിക്കാം. ഇപ്പൊ നമ്മൾ കണ്ടു, ഒരു സെല്ലിന് ശേഷം ഒന്ന് ഇങ്ങനെ പഠിച്ചു. സോ വിച്ച് ആർ ദ കോമ്പിനേഷൻ ഓഫ് സെൽസ്? 2 ടൈപ്സ്. കോമ്പിനേഷൻ ഓഫ് സെൽസ് എന്ന് പറയുമ്പോൾ 2 തരം കോമ്പിനേഷൻസ് ആണുള്ളത്. സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ ഉണ്ട്, പാരലൽ കോമ്പിനേഷൻ ഉണ്ട്. നമുക്ക് നോക്കിയാലോ? സീരീസ് കോമ്പിനേഷൻ എന്താ നമുക്ക് നോക്കാം സർ. യെസ്, ഒന്നിന് ശേഷം വരിയായി മറ്റൊരു സെല്ല് വെച്ചാൽ ദാറ്റ് ഈസ് സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. നോ ഓർഡർ. ഒന്നിനു ശേഷം മറ്റൊന്ന് വെച്ചാൽ സീരീസ് കോമ്പിനേഷൻ ആണ്. ഓക്കെ, യെസ്, നോക്കാം. വാട്ട് ഈസ് സീരീസ് കോമ്പിനേഷൻ? കണക്ടിങ് സെൽസ് വൺ ആഫ്റ്റർ ദ അതർ. ഒന്നിനു ശേഷം മറ്റൊരു സെല്ല് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. ഓക്കെ, പോസിറ്റീവ് ഓഫ് വൺ സെൽ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ഓഫ് അനദർ സെൽ. എന്താ സംഭവിക്കുന്നത്? ഒരു സെല്ലിന്റെ പോസിറ്റീവിനെ അനദർ സെല്ലിന്റെ നെഗറ്റീവുമായിട്ട് എന്താ ചെയ്യുന്നത്? പോസിറ്റീവ് ഓഫ് പോസിറ്റീവ് ഓഫ് വൺ സെൽ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ഓഫ് അനദർ സെൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെല്ലിന്റെ പോസിറ്റീവ് ഒന്നാമത്തെ സെല്ലിന്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. പിന്നെ ഇതിന്റെ നെഗറ്റീവിൽ അടുത്തതിന്റെ പോസിറ്റീവ്. സോ വരിയായിട്ട് പോസിറ്റീവ് നെഗറ്റീവ്, പിന്നെ അടുത്തതിന്റെ പോസിറ്റീവ്, അങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ, സീരീസ് കണക്ഷൻ എന്നൊക്കെ പറയുന്നത്.
connecting cells one after the other. The positive of one cell is connected to negative of another cell. എന്താ ഇതിന്റെ ഒരെണ്ണത്തിന്റെ പോസിറ്റീവ് അടുത്തതിന്റെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മുടെ സീരീസ് കണക്ഷൻ ഉണ്ടാവുക. യെസ്, എങ്ങനെ കണ്ടു നോക്കാം. സീരീസ് കണക്ഷൻ ഒന്നിന് ശേഷം മറ്റൊന്ന്, ഒന്നിന് ശേഷം മറ്റൊന്ന്. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ നമ്മുടെ 1.5ന്റെ 4 എണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ച് നിരത്തി വെക്കാം. നോ 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 നോ, വാട്ട് ഈസ് ദിസ്? നോക്കാം, ഒന്ന് പ്ലേ ചെയ്ത് അവിടെ 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 കാണിച്ചാൽ മതി. അവിടെ കാണിക്കാം. യെസ്, നമുക്ക് നോക്കാം. അപ്പൊ എന്താ, ഒന്നിന് ശേഷം മറ്റൊന്നെന്നുള്ള രീതിയിൽ വെക്കുകയാണെങ്കിൽ അതെന്താണ്? സീരീസ് കണക്ഷൻ ആണ്. സീരീസ് കണക്ഷൻ ആണ്. മനസ്സിലായോ? യെസ്. നോ, അടുത്തത് കാണിക്കാതെ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി. ഒന്നിന് ശേഷം മറ്റൊന്നെന്നുള്ള രീതിയിൽ വെച്ചാൽ ഇറ്റ് ഈസ് സീരീസ് കണക്ഷൻ ഓഫ് സെൽസ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം. എന്താ സീരീസ് മാത്രമാണ്? അല്ല, പാരലൽ കണക്ഷൻ നമുക്ക് ഇപ്പൊ കണ്ടത് നോക്കാം. പാരലൽ കണക്ഷൻ എന്താ? കണക്ടിങ് സിമിലർ പോൾസ് ടുഗദർ. ഒരേപോലത്തെ പോൾസിനെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതിനാണ് പോസിറ്റീവ് പോസിറ്റീവിലേക്ക്, നെഗറ്റീവ് നെഗറ്റീവിലേക്ക്. അപ്പൊ എന്തായി? പാരലൽ കണക്ഷൻ നോക്കാം നമുക്ക്. പോസിറ്റീവ് ടു പോസിറ്റീവ് അല്ലെ, നെഗറ്റീവ് ടു നെഗറ്റീവ്, പോസിറ്റീവ് ടു പോസിറ്റീവ്, പോസിറ്റീവ് ടു അല്ല നെഗറ്റീവ് ടു നെഗറ്റീവ് കണക്ട് ചെയ്താൽ ഇവൻ എന്തായി? അല്ല, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 1.5 1.5 3 ആയി, ഇതും 3 ആയി. സോ ഇതാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. കണക്ടിങ് സിമിലർ പോൾസ് ടുഗദർ. മാറ്റാം നമുക്ക്. സോ ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ പാരലൽ കണക്ഷൻ. മനസ്സിലായോ? ബ്രിഡ്ജ് പോലെ. യെസ്, പാരലൽ കണക്ഷൻ. ക്ലിയർ? ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് പാരലൽ കണക്ഷൻ. ഓക്കെ സർ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇവന്മാര് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മളൊന്ന് പഠിക്കാൻ പോവാണ് മക്കളെ. സീരീസ് കണക്ഷനിൽ പഠിച്ചു വെച്ചാൽ പഠിച്ചു വെച്ചോളാം. സർ ഒന്ന് മാറാം. ടോട്ടൽ EMF is the sum of the EMF of cells. എന്താണ്? ടോട്ടൽ EMF is the sum of EMF. അതായത് ഒരു സെല്ല് 1.5ന്റെ ഉണ്ട്, രണ്ടാമത്തെ സെല്ല് 1.5ന്റെ ഉണ്ട്, മൂന്നാമത്തെ സെല്ല് 1.5ന്റെ ഉണ്ട്. അതായത് ഇത്രയും വോൾട്ടിന്റെ. അപ്പൊ എന്തായിരിക്കും? സം ഓഫ് EMF ആയിരിക്കും ടോട്ടൽ EMF. അപ്പൊ എത്ര കിട്ടും? 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 which is equal to 4.5. ഇത്രയും വോൾട്ട് ആയിരിക്കും ഇതിന്റെ ക്ലൈമാക്സിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇഫ് ഓൾ ദ സെൽസ് ഹാവ് ഈക്വൽ EMF, ഓരോന്നിനും ഈക്വൽ ഈക്വൽ ഈക്വൽ, അതായത് ഇപ്പൊ കണ്ട പോലെ 1.5. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, വെയിറ്റ്. യെസ്, നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? 1.5 ഉള്ള അല്ലെ, ഇതാണ് സെല്ല്. 1.5 വോൾട്ട് ആണ്. അടുത്തത് എത്രയാണ്? 1.5 വോൾട്ട് ആണ്. ഇവന്മാർ എങ്ങനെയാ കണക്ട് ചെയ്തേക്കുന്നത്? പാരലൽ ആയിട്ടാ. അപ്പൊ എന്താ സംഭവിക്കുക? ഒരെണ്ണത്തിന് 1.5, രണ്ടാമത്തിന് 1.5 ആണെങ്കിൽ ഇവിടെ ഒരു ബൾബ് വെച്ചാൽ അതിന് കിട്ടുന്നത് എത്രയായിരിക്കും മക്കളെ? 1.5 ആയിരിക്കും. ടോട്ടൽ വോൾട്ടേജ് ഈസ് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ വോൾട്ടേജിന് തുല്യമായിരിക്കും. ഇഫ് ഓൾ ദ സെൽസ് ഹാവ് ഈക്വൽ EMF, then the EMF of the circuit is same as that of single cell. അല്ലെ? ഇനിയോ the current passing through each cell is same. എന്നാൽ നമുക്കറിയാം സീരീസ് കണക്ഷനിൽ ഒരു സെൽ ഇവിടെ വെച്ചു, രണ്ടാമത്തെ സെൽ ഇവിടെ വെച്ചു. എന്താ പ്രത്യേകത? ഒരു സെല്ലിലൂടെ പോകുന്ന കറണ്ടിന് പോകാൻ വേറെ മാർഗങ്ങളില്ല, വേറെ വഴികളില്ല. അതിലേ പോകുന്ന കറണ്ട് ഇതിലേയും പോകണം. സോ കറണ്ട് വിൽ ബി സെയിം. എന്നാൽ പാരലൽ കണക്ഷനിൽ അങ്ങനെയല്ല. പാരലൽ കണക്ഷനിൽ അങ്ങനെയല്ല മക്കളെ. എന്താ? റെസിസ്റ്റൻസ് പോലെ തന്നെയാണ് പാരലൽ കണക്ഷനിൽ. നോക്കാം. അപ്പൊ ഒരു കറണ്ട് ഇതിലെ വന്നാൽ മൊത്തം കറണ്ട് ഒരു ഭാഗം അങ്ങോട്ട് പോയിട്ട് വേറൊരു വഴി കാണുകയാണ്, ഈ വഴി. സോ ഒരാൾ പറയും, കുറച്ചു പേര് പാലം കിടക്കാൻ വരുമ്പോ, നമ്മൾ ഇങ്ങനെ ഒരു പാലത്തിൽ കൂടെ പോകുമ്പോ ഒരാൾ വരുമ്പോ ഒരാൾ പറയും 2 പേര് വരിക. ഓക്കെ ഓക്കെ, എയും ബിയും വരുമ്പോ എ പറയും, എടാ മോനെ നീ ആ വഴിക്ക് പോയിക്കോ. സോ എ ഈ വഴിക്കും പോയി. പിന്നെയോ, എടാ ഞാൻ ഈ വഴിക്ക് പോവാം, ബി ഈ വഴിക്ക് വന്നു. സോ അവന്മാർക്ക് പോവാൻ എന്തുണ്ട്? 2 വഴികളുണ്ട്, അല്ലെങ്കിൽ മറ്റു പല വഴികളും ഉണ്ടെങ്കിൽ അത് പാരലൽ കണക്ഷൻ ആണ്. അപ്പം മൊത്തം എയും ബിയും ഇങ്ങോട്ട് പോയോ? ഇല്ല. A+B പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം കറണ്ട് സെയിം ആണ്. ഇവിടെ എ മുകളിലേക്കും പോയി, ബി താഴേക്കും പോയി. സോ എന്താണ്? കറണ്ട് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട് സ്പ്ലിറ്റ്സ് അപ്പ്. ഇവിടെ സ്പ്ലിറ്റ് ആയിട്ടാണ് പോകുന്നത്. കറണ്ട് സ്പ്ലിറ്റ് ആവുന്നു അല്ലെ? EMF എന്തായിരിക്കും? EMF ഇവിടെ സെയിം ആണ്, അപ്പുറത്തെ ഡിഫറെന്റ് ആണ്. EMF ആണ് അവിടെ സ്പ്ലിറ്റ് ആവുന്നത്, ഇവിടെ കറണ്ട് ആണ് സ്പ്ലിറ്റ് ആവുന്നത്. പിന്നെയോ, ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡെവലപ്ഡ് ഇൻ ദ സർക്യൂട്ട് ബൈ ദ ബാറ്ററി ഇൻക്രീസസ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും സീരീസ് കണക്ഷനിൽ. കാരണം എന്താ? സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓരോന്നിന്റെയും റെസിസ്റ്റൻസിന്റെ എഫക്ട്
ഓരോന്നും ആഡ് ചെയ്യണം. സോ ടോട്ടൽ റെസിസ്റ്റൻസ് സം ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുന്നു. എന്നാൽ പാരലൽ കണക്ഷനിലോ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് വെരി ലോ. ഇന്റേണൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും പാരലൽ കണക്ഷന്റെ കേസിൽ. പഠിച്ചു വെച്ചോളൂ, എപ്പോഴാ റെസിസ്റ്റൻസ് കുറയുന്നത്? പാരലൽ ആവുമ്പോ. പിന്നെയോ ദ കറന്റ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഇൻക്രീസസ് അണ്ടർ ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജ് കൊടുത്താൽ വോൾട്ടേജ് കൂടുമ്പോൾ കറന്റ് കൂടുന്നു. ഹൈ വോൾട്ടേജ് ഉണ്ടെങ്കിൽ കറന്റ് കൂടുന്നുണ്ട്. പക്ഷെ എന്താ, ഇവിടെ പാരലൽ കണക്ഷന്റെ കേസിൽ റെസിസ്റ്റൻസ് പൊതുവെ കുറവായിരിക്കും. ഇന്റേണൽ റെസിസ്റ്റൻസ് കുറവാന്ന് പറഞ്ഞതുകൊണ്ട് പേരൊന്ന് മാറ്റണേ, മോർ കറന്റ് ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ ഫോർ എ ലോങ്ങർ ടൈം. ഓക്കെ, അതായത് കുറെ സമയത്തേക്ക് മോർ കറന്റ് ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ അണ്ടർ ലോ വോൾട്ടേജ്. ആരുടെ കേസിലാ? പാരലൽ കണക്ഷന്റെ കേസിൽ. കാരണം ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറവാണ്. റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് അവിടെ കറന്റ് കൂടിയത്. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? കറണ്ടിന്റെ എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് പോകുന്ന കറണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ കൂടുന്നു എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ EMF സെയിം ആവുന്നത് എവിടെയാണ്? പാരലലിലാണ്. കറണ്ട് സെയിം ആവുന്നത് എവിടെയാണ്? സീരീസിലാണ്. അത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചോളൂ മക്കളെ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിമോട്ടിൽ ഉപയോഗിക്കുന്ന, നമ്മുടെ TV റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് ഏത് കണക്ഷൻ ആയിരിക്കും? ഒരാളുടെ പോസിറ്റീവ് ഉണ്ട്, ഒരുത്തന്റെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ നെഗറ്റീവിലോട്ട് അടുത്തവന്റെ പോസിറ്റീവ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് സീരീസ് കണക്ഷൻ. സോ നമ്മുടെ റിമോട്ട് കൺട്രോൾ ഓഫ് TV എന്ത് കണക്ഷൻ ആണ് മക്കളെ? സീരീസ് കണക്ഷൻ ആണ്. പഠിച്ചു വെച്ചോളൂ. നമ്മുടെ റിമോട്ട് കൺട്രോൾ ഓഫ് എ TV ഈസ് അണ്ടർ സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. ഓക്കെ, സീരീസ് കണക്ഷൻ ആണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, 4 സെൽസ് തന്നിട്ടുണ്ട്, ഓരോന്നും 1.5 വോൾട്ട് വീതമാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എത്രയായിരിക്കും മക്കളെ? Total voltage is equal to sum of voltages. Series connection ആണെങ്കിൽ total voltage is equal to sum of voltages V1 plus V2 plus V3 plus V4 which is equal to 1.5 plus 1.5 plus 1.5 plus 1.5 which is equal to എത്രയാ മക്കളെ? 4 into 1.5 ചെയ്താ പോരെ? That is എത്രയാ? 6 volt. 6 volt ആയിരിക്കും. Total voltage is equal to 1.5 plus 1.5 3 ആയി. വീണ്ടും 1.5 ചേരുമ്പോൾ 3 ആയി. അപ്പൊ 6 വോൾട്ട് ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ആൻസർ എത്രയായിരിക്കും? 6 വോൾട്ട് എന്നുള്ളതായിരിക്കും. വാട്ട് ഈസ് ദ ആൻസർ? 6 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം ചോദിക്കാം. ഇനി 1.5 വോൾട്ട് വീതമുള്ള 3 സെൽസ് ആണ് കണക്ട് ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെയാണ് എത്രയായിരിക്കും? 1.5 plus 1.5 plus 1.5 which is equal to 4.5 volt. 4.5 വോൾട്ട്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, 1.5 വോൾട്ട് പ്ലസ് 1.5 വോൾട്ട് എന്താണ്? 2 സെൽസ് ആണുള്ളതെങ്കിൽ 1.5 പ്ലസ് 1.5 which is equal to 3 വോൾട്ട്. ക്ലിയർ? അപ്പം കോമ്പിനേഷൻ ഓഫ് സെൽസിലെ സീരീസ് ആണെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, നമുക്ക് ആനിമേഷൻ കാണാം. ഹൗ ക്യാൻ യു കണക്ട് 4 സെൽസ് ഓഫ് 1.5 വോൾട്ട് ഈച്ച് ടു ഗെറ്റ് 3 വോൾട്ട്? നോ. ഓക്കെ, പേരൊന്ന് നോക്കണേ. പേര് നോക്കിയാൽ മതി. ഹൗ ക്യാൻ യു ഗെറ്റ് 4 സെൽസ് ഓഫ് 1.5 വോൾട്ട് ഈച്ച്? പേരിപ്പൊ കണ്ടതിന്റെ പേരൊന്ന് വായിക്കും. യെസ്, ഇപ്പൊ കണ്ടതിന്റെ പേരൊന്ന് വായിക്കാമോ? യെസ്, 4 സെൽസ് ഓഫ് 1.5 വോൾട്ട്. ഇതിനു മുന്നത്തെ യെസ് പേര് നോ, ഇതിന് ഫ്രണ്ടിലുള്ള ആനിമേഷൻ പേര് no. Yes, that is. How can you connect 4 cells of 1.5 voltage? അപ്പം 1.5 വോൾട്ട് ഉള്ള 4 സെൽസിനെ നമുക്ക് കണക്ട് ചെയ്യണം ടു ഗെറ്റ് 3 വോൾട്ട്. ഓക്കെ, അപ്പൊ 4 സെൽസ് തന്നിട്ടുണ്ട്, 3 വോൾട്ട് കിട്ടണം. 4 സെൽ ഉപയോഗിച്ച് 3 വോൾട്ട് എങ്ങനെ കിട്ടും മക്കളെ? നമ്മളിപ്പോ സീരീസ് കോമ്പിനേഷനിൽ കണ്ടു. 4 സെൽസിനെ സീരീസ് ആയിട്ട് വെച്ചാൽ എന്താ സംഭവിക്കാം? 1.5 plus 1.5 plus 1.5 plus 1.5 എത്ര കിട്ടും? 6 വോൾട്ട് കിട്ടും. അപ്പൊ സീരീസ് അല്ല, ഫുള്ള് സീരീസ് വെച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? 3 വോൾട്ട് മതി. അപ്പൊ നമുക്ക് ആനിമേഷൻ കാണാം. 3 വോൾട്ട് മതിയെങ്കിൽ കമന്റ് ചെയ്തോ, എങ്ങനെ കണക്ട് ചെയ്യാം? 4 സെല്ലിനെ 2 സീരീസ് പിന്നെ പാരലൽ. ഇപ്പൊ എന്തായി? 3 വോൾട്ട്. ടോട്ടൽ വോൾട്ടേജ് എത്ര കിട്ടി? 3 കിട്ടി. ബിക്കോസ് ഇൻ പാരലൽ കണക്ഷൻ വോൾട്ടേജ് ഇൻഡിവിജ്വൽ വോൾട്ടേജിന് തുല്യമായിരിക്കും. സോ 3 വോൾട്ട് ആയിരിക്കും ഫൈനലി കിട്ടുന്നത്. ഓക്കെ സർ, മാറ്റി.
ക്ലിയർ? ഇതായിരിക്കും ഇതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. യെസ്, നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? പാരലൽ കണക്ഷൻ ആണ്, പക്ഷെ ഇതിന്റെ ഇടയിൽ സെല്ല്, ഇതിന്റെ ഇടയിൽ സെല്ല്, പിന്നെയോ ഇവിടെയും സെല്ല്, ഇവിടെയും സെല്ല്. സോ ഇതായിരിക്കും നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? This will be the connection for getting 3 volt by using 4 cells of എന്താണ് 1.5 volt each. ഇനി if connected in this mode we get electric current for a long time. In parallel connection long time ന് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെ, അവൈലബിൾ ആക്കാം, കുറെ നേരത്തേക്ക് ഇലക്ട്രിക് കറണ്ട് അവൈലബിൾ ആകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരലൽ കണക്ഷനിൽ. സോ അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് നമ്മൾ കുറേ ഘോരം പറഞ്ഞു. സോ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് ദ ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് ചാർജിന്റെ ഫ്ലോ ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇഫ് 10 coulomb of charge flows in a circuit in 5 seconds, 10 coulomb of charge 5 സെക്കൻഡ് സമയത്തേക്ക് ഒഴുകുകയാണെങ്കിൽ how much will be the charge flowing in the circuit in 1 second? അതായത് ഇവിടെ ചാർജ് എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 10 coulomb ആണ്. ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കറന്റ് ആണ്, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ് പെർ സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് Q/T. ഫ്ലോ ഓഫ് ചാർജ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ Q/T ആണ്. സോ 10/5 which is equal to 2 ampere. അപ്പൊ ഇവിടുത്തെ കറണ്ട് എത്രയായിരിക്കും മക്കളെ? 2 ആംപിയർ ആയിരിക്കും, അല്ലെങ്കിൽ 2 കൂളോം പെർ സെക്കൻഡ് ആയിരിക്കും. എന്തുകൊണ്ടാ? Q/T എന്ന് പറഞ്ഞാൽ Qയുടെ യൂണിറ്റ് കൂളോം, Tയുടെ യൂണിറ്റ് സെക്കൻഡ്. സോ യൂണിറ്റ് വിൽ ബി കൂളോം പെർ സെക്കൻഡ്. ഈ കൂളോം പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൂളോം പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? പെന്ന്. യെസ്, കൂളോം പെർ സെക്കൻഡിനെയാണ് എന്ത് വിളിക്കുന്നത്? ആംപിയർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? കൂളോം പെർ സെക്കൻഡിനെ വിളിക്കുന്ന പേരാണ് ആംപിയർ. ക്ലിയർ? യെസ്. ഓക്കെ, സെറ്റ് ആയില്ലേ? നോ. സെറ്റ്. അപ്പൊ ആംപിയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. യെസ്, ആംപിയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. മനസ്സിലായോ? ക്ലിയർ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആയില്ലേ? സെറ്റ് ആയില്ലേ? ഓക്കെ, റെഡി. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്? ആംപിയർ. യെസ്, ക്ലിയർ? ഓക്കെ, സെറ്റ്. എല്ലാവരും കമന്റ് ചെയ്തേ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്? യെസ്, ആംപിയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ക്ലിയർ? സെറ്റ്. Yes, kitty. No. Okay. No. Ready ആയില്ലേ? No അല്ല. Yes. Okay. Yes. സെറ്റ് ആയെങ്കിൽ പറഞ്ഞ എല്ലാരും കമന്റ് ഇട്ടേ. യെസ് മിസ്, സെറ്റ് ആയി. യെസ് മിസ്, റെഡി ആയി. കണ്ടോ? ഇതാണ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ഒന്നുകിൽ കൂളോം പെർ സെക്കൻഡിലേക്ക് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഇല്ലെങ്കിൽ എന്ത് പറയാം? ആംപിയർ എന്ന് പറയാം. SI യൂണിറ്റ് ഓഫ് കറന്റ് ചോദിച്ചാൽ എപ്പോഴും എന്താണ്? ആംപിയർ ഇസ് ദ SI യൂണിറ്റ് ഓഫ് കറന്റ്. ക്ലിയർ? ഓക്കെ, സെറ്റ് അല്ലേ? റെഡി? യെസ്, കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? ഇപ്പം ആംപിയർ ഇസ് ദ യൂണിറ്റ് ഓഫ് കറന്റ്, അല്ലെ? ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ്. സോ current or intensity of current is the quantity of charge that flows through a conductor in a circuit in 1 second. അതായത് 1 സെക്കൻഡ് സമയത്തേക്ക് ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിനെയാണ്, അല്ലെ, എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ എ സർക്യൂട്ട് ഇൻ 1 സെക്കൻഡ്. സോ Q കൂളോം ഓഫ് ചാർജ് ആണ്. ചാർജ് എന്ന് പറയുന്നത് Q കൂളോം ആണെന്ന് വിചാരിക്കും. സമയം എത്രയാണ്? T സെക്കൻഡ് ആണെങ്കിൽ വാട്ട് വിൽ ബി കറന്റ്? I is equal to Q/T. This is the equation for electric current. അപ്പൊ ഇലക്ട്രിക് കറന്റിന്റെ ഇക്വേഷൻ എന്താ മക്കളെ?
ഇലക്ട്രിക് കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? I is equal to Q by T is the equation for electric current. പഠിച്ചു വെച്ചോളൂ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണെന്ന് പറഞ്ഞു. സോ കറണ്ട് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? അമ്മീറ്റർ ആണ്. അമ്മീറ്റർ is a device used to measure the electric current in a circuit. ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? അമ്മീറ്റർ ആണ്. പോസിറ്റീവ് ടെർമിനൽ ഓഫ് ഇറ്റ്, അതായത് അമ്മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ത് ചെയ്യണം? എപ്പോഴും സെല്ലിന്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. നെഗറ്റീവ് ടെർമിനൽ സെല്ലിന്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. അതായത് ഇത് അമ്മീറ്റർ ആണെങ്കിൽ അമ്മീറ്ററിന്റെ പോസിറ്റീവ് എങ്ങോട്ട് കണക്ട് ചെയ്യണം? സെല്ലിന്റെ പോസിറ്റീവിലേക്കും. അമ്മീറ്ററിന്റെ നെഗറ്റീവ് സെല്ലിന്റെ നെഗറ്റീവ് ഇതാണ്, നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യണം. ഇങ്ങനെയായിരിക്കും ഒരു സർക്യൂട്ടിൽ നമ്മൾ അമ്മീറ്ററിനെ കണക്ട് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ആൻഡ് അമ്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ എ സർക്യൂട്ട്. എന്തുകൊണ്ടാ? സീരീസ് കണക്ഷനിലാണ് കറണ്ട് സെയിം ആവുന്നത്. അപ്പൊ സീരീസിലൂടെ വരുമ്പോ ഇതിലേ പോകുന്ന കറണ്ട് അമ്മീറ്ററിന് ഇങ്ങനെ വെച്ചു. സോ ഇതിലേ വരുന്ന കറണ്ടിനെ മൊത്തമായിട്ട് കിട്ടണമെങ്കിൽ ഇവൻ എന്ത് ചെയ്യണം? സീരീസിൽ കണക്ട് ചെയ്യണം. പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യും? അമ്മീറ്ററിലൂടെ സ്പ്ലിറ്റ് ആയിട്ടുള്ള കറണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയാൽ പോരാ, ഫുൾ കറണ്ട് കിട്ടണം. അപ്പൊ അമ്മീറ്ററിനെ എന്ത് ചെയ്യണം? സീരീസിലായിട്ടും വോൾട്ട് മീറ്ററിനെ പാരലലായിട്ടും വേണം കണക്ട് ചെയ്യാൻ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെന്റ് ജസ്റ്റ് നോക്കിയാൽ മതി. നമ്പർ ഓഫ് സെൽസ്, ഒരു സെല്ല് വെക്കുമ്പോൾ 0.15 ഓൾമോസ്റ്റ് ഒരു കറണ്ട് കിട്ടിയെന്ന് വിചാരിക്കും, എത്രയോ ആയിക്കോട്ടെ. 2 സെല്ല് വെച്ചപ്പോൾ കറണ്ട് കൂടി, 3 സെല്ല് വെച്ചപ്പോൾ കറണ്ട് പിന്നെയും കൂടി. എന്താ മനസ്സിലായി? നമ്പർ ഓഫ് സെൽസ് കൂടുന്നതിനനുസരിച്ച് കിട്ടുന്ന കറണ്ട് കൂടുന്നുണ്ട്. അപ്പൊ ബൾബിന്റെ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? കൂടും. വാട്ട് വാസ് ദ ചേഞ്ച് ഇൻ അമ്മീറ്റർ റീഡിംഗ് വെൻ ദ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ്? ഇറ്റ് ഓൾസോ ഇൻക്രീസസ്. കാരണം എന്താ? സെല്ലിന്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ അമ്മീറ്റർ റീഡിംഗ് ഓൾസോ ഇൻക്രീസസ്. വാട്ട് അബൌട്ട് ദ ഇന്റൻസിറ്റി? അപ്പൊ ഇന്റൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും കൂടും. അതായത് സെല്ലിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുകയും കറണ്ടിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ബൾബും കൂടുന്നു. ഹൗ ആർ ദ കറന്റ് ആൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ? ലൈറ്റ് റിലേറ്റ് ടു ഈച്ച് അതർ. കറന്റ് ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്താ ഇവിടുന്ന് മനസ്സിലായത്? ബൾബിന്റെ ഇന്റൻസിറ്റി കൂടണമെങ്കിൽ കറണ്ട് കൂടണം. കറണ്ട് കൂടിയാൽ അമ്മീറ്റർ റീഡിംഗ് കൂടുന്നു, ബൾബിന്റെ ഇന്റൻസിറ്റി കൂടുന്നു. സോ അമ്മീറ്റർ റീഡിംഗ് ഇൻഡിക്കേറ്റ്സ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ബൾബ്. ഒരു ബൾബിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കാണിക്കുന്നത് ആരാണ്? അമ്മീറ്റർ റീഡിംഗ് ആണ്. ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫ്രം ദ ബൾബ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കറണ്ട്. കറണ്ട് ഇൻക്രീസ് ചെയ്താൽ ബൾബിന്റെ ഇന്റൻസിറ്റി കൂടും, കറണ്ട് കൂടും. സോ ദ ഇന്റൻസിറ്റി ഓഫ് ബൾബ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കറണ്ട്. മനസ്സിലായോ? കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, അമ്മീറ്റർ റീഡിംഗ് കൂടുന്നു, ബൾബ് കൂടുതൽ കത്തുന്നു. ക്ലിയർ? യെസ്. വാട്ട് വിൽ ബി ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഇഫ് 2 കൂളോം ഓഫ് ചാർജ്? ഇനി നമ്മുടെ ചാർജ് 2 കൂളോം ആണ്, ടൈം 10 സെക്കൻഡ് ആണ്. സോ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? I is equal to Q by T which is equal to 2 by 10. 2 by 10 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വാല്യൂ? 2 by 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? എത്രയാണ്? 0.2 അല്ലേ? 0.2 കിട്ടി. കാരണം എന്താ? ഒരു ഡെസിമൽ പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റിട്ട് കുത്തിടാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും? 1/10 ആണ് 0.1. 2/10 ആണെങ്കിൽ 0.2. സോ 0.2 ആംപിയർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന കറണ്ട്. 2 കൂളോം ഓഫ് ചാർജ് ആണ്, 10 സെക്കൻഡിലാണ് ഒഴുകുന്നത്. സമയം 10 സെക്കൻഡ് ആണ്. I is equal to Q by T ഇട്ട് കൊടുക്കുക. 0.2 ആംപിയർ is the right answer. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഓംസ് ലോയിലേക്ക് കടക്കാം. സർ, ഒരു ആനിമേഷൻ കാണാം. വാട്ട് ഈസ് ഓംസ് ലോ? വാട്ട് ഈസ് ഓംസ് ലോ? ഓക്കെ, ഓംസ് ലോന്റെ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്തു നോക്കാം. റെഡി? യെസ്. നോ, ഇതിന് തൊട്ട് മുന്നത്ത് എക്സ്പെരിമെന്റ്സ്. യെസ്, നമുക്ക് ഓംസ് ലോന്റെ എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാം. ഇവിടെ എന്തുണ്ട്? യെസ്, ഇവിടെ എന്താ ഉള്ളത്? ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കണ്ടക്ടർ നിക്രോം വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്താ, ഹെഡ്സെറ്റ് ആണോ മിസ്സേ? ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് മക്കളെ. ഇത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ല, നമ്മുടെ നിക്രോം വയർ ആട്ടോ. നിക്രോം വയർ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് നിക്രോം വയർ. ഒന്ന് ചെറുതാക്കൂ സർ. വെച്ചിട്ടുണ്ട്. പിന്നെയോ വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട്, ഇവിടെ അമ്മീറ്റർ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? 1.5 വോൾട്ട് സെല്ലും നമ്മൾ കണക്ട് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്? യെസ്, ഇനി നമുക്ക് എക്സ്പെരിമെന്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കും? സ്വിച്ച് ഓൺ ചെയ്യാം. ഒന്നും കൂടെ സ്റ്റാർട്ടിങ് തൊട്ട് കാണിക്കണം. യെസ്, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പൊ റീഡിംഗ് കിട്ടിയോ? യെസ്, ഒന്ന് സൂം ചെയ്യാമോ? റീഡിംഗ് കിട്ടി. വോൾട്ട് മീറ്റർ റീഡിംഗ് ശ്രദ്ധിച്ചോളൂ. വോൾട്ട് മീറ്റർ റീഡിംഗ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. 1.5 വോൾട്ട് വെച്ചപ്പോൾ എത്ര കിട്ടും മക്കളെ? വെരി ഗുഡ്, 1.5 വോൾട്ടിന് കിട്ടും. എന്നാൽ കറണ്ട് എത്രയാണ്? കണ്ടോ, 0.15 അടുത്തൊക്കെ ഉള്ളത്.
എന്നാൽ നമുക്ക് ഇനി അടുത്തത് നോക്കാം. ഒരു സെല്ലും കൂടെ ആഡ് ചെയ്തു, ഒരു സെല്ലും കൂടെ ആഡ് ചെയ്യാം, ഒരു സെല്ലും കൂടെ ആഡ് ചെയ്ത് നോക്കാം. എന്താ കിട്ടാ? സെല്ല് ആഡ് ചെയ്യാം, ഒരു സെല്ലൂടെ ആഡ് ചെയ്തു, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു, പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടി. എന്താ കിട്ടുന്നത്? ഇത് കൂടിയോ? കൂടിയോ? നോക്കാം. വോൾട്ട്മീറ്റർ റീഡിംഗ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? 3 ആയി, 3 വോൾട്ട് വെച്ചു, 3 വോൾട്ട് കിട്ടി. ഇപ്പുറത്തോ അമ്മീറ്റർ റീഡിങ്ങോ? അമ്മീറ്റർ റീഡിംഗ് എന്ത് സംഭവിക്കും? അമ്മീറ്റർ റീഡിംഗ് 0.2 ആയി, കൂടിയില്ലേ? നേരത്തെ 0.15 അല്ലേ, ഇപ്പൊ 0.2ന്റെ അടുത്തേക്ക് എത്തിയില്ലേ? യെസ്. ഇനി നമുക്ക് സൂം ചെയ്യണ്ട, ജസ്റ്റ് അപ്പൊ അടുത്തത് നിങ്ങൾക്ക് ഊഹിക്കാം. ഇനി ഒരു സെല്ലും കൂടെ ആഡ് ചെയ്താൽ എന്താ സംഭവിക്കാം? ഒരു സെല്ലും കൂടെ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കണം? എന്ത് സംഭവിക്കും മക്കളെ? ഒരു സെല്ലും കൂടെ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? യെസ്, ഒരു സെല്ലും കൂടെ ആഡ് ചെയ്യൂ. സെല്ലും കൂടെ ആഡ് ചെയ്തു, കറണ്ട് കൂടുവോ? വോൾട്ടേജ് കൂടുവോ? ശ്രദ്ധിച്ചിരുന്നു? കൂടി, ഇവിടെയും കൂടി. 0.2 കഴിഞ്ഞു പോയി. എന്താ മനസ്സിലായി? മതി, സൂം ചെയ്യണ്ട. യെസ്, കഴിഞ്ഞു പോയി അല്ലേ? കൂടിയില്ലേ? കൂടിയില്ലേ? സാർ ഇത് കഴിഞ്ഞു പോയില്ല കേട്ടോ, സൂം ചെയ്തപ്പോ. കൂട്ടി കാണിക്കണം. കൂടിയോ? ഇവിടെയാണ് നിൽക്കുന്നത്. നോ. യെസ്, അത് കാണിക്കൂ. അപ്പൊ എത്രയാണ്? 4.5 വോൾട്ടിലാണ് നിൽക്കുന്നത്. 4.5 വോൾട്ട്. കാരണം എന്താ? ഇവിടെ 1.5ന്റെ 3 കൊടുത്താൽ 4.5 വോൾട്ട് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, യെസ്, നേരത്തെ കാണിച്ച വാല്യൂ മാറിയിട്ടല്ലേ ഉണ്ടായിരുന്നേ. സോ നമുക്ക് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, എത്രയായിരിക്കും കിട്ടുന്നത്? 4.5 വോൾട്ട് ആയിരിക്കും. ഓക്കെ, മാറ്റാം. അത്രയും മനസ്സിലായി. അപ്പം വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടുന്നു, പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുമ്പോൾ കറണ്ട് കൂടുന്നു. അപ്പൊ നമുക്ക് കിട്ടിയ റീഡിംഗ് ഇങ്ങനെയാണ്. വി എന്ന് പറയുന്നത് 1.5 ആയിരുന്നു, അപ്പൊ കറണ്ട് 0.1 ആയിരുന്നു. ഇനിയോ 0.15 അല്ല, നേരത്തെ പറഞ്ഞത് 0.1 ആയിരുന്നു കേട്ടോ. 0.15ന്റെ അടുത്ത് എന്ന് പറഞ്ഞു 0.1 ആയിരുന്നു. 3 ആയപ്പോ 0.2, 4.5 ആയപ്പോ 0.3. അതായത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ V/I ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഒന്നാമത്തെ കേസിൽ V എന്ന് പറഞ്ഞാൽ 1.5 വോൾട്ട് ആണ്, I എന്ന് പറഞ്ഞാൽ 0.1 ആണ്. സോ V/I ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. 1.5/0.1 എത്രയാ മക്കളെ കിട്ടാം? 1.5/0.1. അപ്പൊ 15 ഡിവൈഡ് ബൈ 1, 15 ആണ് കിട്ടുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ 3/0.2 എത്രയാ കിട്ടുക? 30/2 which is 15. മൂന്നാമത്തെ കേസിൽ 4.5/0.3 which is equal to 45/3 എത്രയാ കിട്ടുക? 15. ആണോ 15 അല്ലേ കിട്ടുക? ആണോ മക്കളെ? 3 4 ഒരു പ്രാവശ്യം 15, I 3 15, 15 അല്ലേ കിട്ടുക? സോ V/I is a constant. എന്താ മനസ്സിലായത്? പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുമ്പോൾ കറണ്ട് കൂടുന്നുണ്ട്, പക്ഷെ V/I ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടി. സോ what change occurs in the current as voltage increases? As voltage increases, current increases. That means current increases with the increase in voltage. Current increases with an increase in voltage. Do you see any peculiarity in the value of V/I? Yes, it is a constant. എന്താ മനസ്സിലായത്? V/I is a constant. V/I is a constant. അപ്പൊ നമുക്ക് പറയാം V/I ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ കോൺസ്റ്റന്റിനെ മാറ്റാൻ വേണ്ടി നമുക്കറിയാം ഒരു എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കൊണ്ട് എഴുതാം. അപ്പൊ V/I is proportional to 1 അല്ലെങ്കിൽ V is proportional to I. അപ്പൊ നമുക്ക് മനസ്സിലായി V/I is a constant എന്ന് പറഞ്ഞാൽ V is equal to a constant into I. That constant is called R. The constant is the resistance of the conductor. എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനുള്ള തടസ്സമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ R വെച്ച് എഴുതും. സോ R is equal to V/I. V/I is a constant. This constant is called resistance R. V/I is equal to R. So എഴുതി വെച്ചോളൂ, V/I is a constant. It is called resistance of a conductor. So R is equal to V/I ആണെങ്കിൽ മക്കളെ V is equal to എന്തായിരിക്കും? ഈ I ഇങ്ങോട്ട് പോയില്ലേ? V is equal to IR. R is equal to V/I ആണെങ്കിൽ V is equal to I into R ആയിരിക്കും. സോ ഇവിടുന്ന് എന്താ മനസ്സിലായത്? ടെമ്പറേച്ചറിന് വ്യത്യാസമില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, when the temperature remains constant. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിൽക്കുകയാണെങ്കിൽ current through a conductor is directly proportional to potential difference. എന്ന് പറഞ്ഞാൽ V is proportional to I. V is equal to R into I.
അല്ലെങ്കിൽ V is equal to I into R. This is called Ohm's law. അപ്പൊ എന്താ Ohm's law? When temperature is a constant, the current through a conductor is directly proportional to voltage. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ജോർജ് സൈമൺ ഓം ചേട്ടനാണ്. അതുകൊണ്ട് ദിസ് ലോ is called Ohm's law. എന്താണ് അറിയപ്പെടുന്നത്? Ohm's law. The resistors are the conductors used to include particular resistance in a conductor. ഒരു ബൾബ് എടുത്തു, ബൾബിന് റെസിസ്റ്റൻസ് ഉണ്ട്. ഇനി നോർമലി കറണ്ടിനുള്ള തടസ്സമാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി സർക്യൂട്ടിൽ കൊടുക്കുന്ന ആ കണ്ടക്ടേഴ്സ് ആണ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. റെസിസ്റ്റേഴ്സിന്റെ സിമ്പൽ എന്താണ് മക്കളെ? ഇങ്ങനെ ഇരിക്കും. റെസിസ്റ്റേഴ്സിന്റെ സിമ്പൽ എങ്ങനെയാണ്? ഇങ്ങനെയാണുള്ളത്. സോ ക്യാപിറ്റൽ ആർ എന്നാണ് റെസിസ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ഐ ഗ്രാഫ് സാർ ഒന്ന് വരച്ചു നോക്കാം. വി ഐ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ വിയും ഐയും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ എന്ത് കിട്ടും? എന്താ കിട്ടുക നോക്കാം നമുക്ക്. ഓക്കെ, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാം. I along the x axis. x ആക്സിസിൽ നമ്മൾ ആരെ വരയ്ക്കുന്നു? കറണ്ടിനെ മാർക്ക് ചെയ്യുന്നു. കുറച്ചു മുന്നേ നമുക്ക് കിട്ടിയില്ലേ മക്കളെ ടേബിളിൽ? ആ റീഡിംഗ് എടുത്തു നോക്കുന്നത്. കുറച്ചു മുന്നേ ടേബിളിൽ കിട്ടിയ എല്ലാ റീഡിങ്ങിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എക്സ് ആക്സിസിൽ കറണ്ടിനെയും വൈ ആക്സിസിലെ വോൾട്ടേജിനെയും വെച്ച് നമുക്ക് ഗ്രാഫ് വരച്ചാൽ എന്താ കിട്ടുക? ഐന്റെ യൂണിറ്റ് ആംപിയർ ആണ്, വോൾട്ടേജ് വി ആണ്. സോ എത്രയായിരുന്നു കിട്ടിയത്? 1.5ന് 0.1 ആയിരുന്നു കുറച്ചു മുന്നത്തെ ടേബിളിൽ കറണ്ട് കിട്ടിയത്. ഇനിയോ 3 വോൾട്ട് കൊടുത്തപ്പോ എത്ര കിട്ടി? 3 വോൾട്ട് കൊടുത്തപ്പോ 0.2 കിട്ടി. 4.5 വോൾട്ട് കൊടുത്തപ്പോ എത്ര കിട്ടി? 0.3 കിട്ടി. 6 വോൾട്ട് കൊടുത്തപ്പോ എത്ര കിട്ടിയിട്ടുണ്ടാവും? 0.4. ഇവന്മാരെല്ലാം യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സോ വി ഐ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ കേസ് ഓഫ് ഓംസ് ലോ. ഓംസ് ലോയിൽ വി ഐ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. മാറ്റാം. വി ഐ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ഓംസ് ലോ. മനസ്സിലായില്ലേ? സോ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ജസ്റ്റ് നിങ്ങൾ ഷേപ്പ് മാത്രം വരച്ചാൽ മതി. വി ഐ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ഓംസ് ലോ. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. യെസ്, ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം ഓംസ് ലോയുമായിട്ട് യെസ്, അപ്പൊ നമുക്ക് കിട്ടിയ ഗ്രാഫ് എന്താണ്? നമുക്ക് കിട്ടിയ ഗ്രാഫ് ഓംസ് ലോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഇനി നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പൊ യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ട് പെർ ആംപിയർ. ഇതല്ല ഇതിന്റെ യൂണിറ്റ്. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ് മക്കളെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്? ഓം ആണ്. ഇതിന്റെ സിമ്പൽ എന്താണ്? ഓം. ഒരു ആമ കിടക്കണ പോലെ, ഇങ്ങനെ കിടക്കണ പോലെ ആലോചിച്ചാൽ മതി. ഓം ഇസ് ദ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓം ഇസ് ദ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. വോൾട്ട് പെർ ആംപിയർ കിട്ടും. എങ്ങനെയാ? R is equal to V by I. ഇതെന്താ? വോൾട്ട് ബൈ ആംപിയർ അല്ലേ? അപ്പൊ ഈ വോൾട്ട് പെർ ആംപിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓം. സിമ്പൽ ഈസ് ഓം. ഇറ്റ് ഈസ് ഗ്രീക്ക് ലെറ്റർ ഒമേഗ. ഗ്രീക്ക് ലെറ്റർ ഒമേഗ എന്നാണ് നമ്മൾ ഓം ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. സോ R is equal to V by I. അങ്ങനെയാണെങ്കിൽ 1 ഓം കിട്ടാൻ എന്ത് ചെയ്യണം? 1 വോൾട്ടും 1 ആംപിയറും കിട്ടിയാൽ ഇറ്റ് ബിക്കംസ് 1 ഓം. റെസിസ്റ്റൻസ് 1 ഓം ആക്കാൻ എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് 1 ഓം ആക്കാൻ എന്ത് ചെയ്യണം? Resistance is equal to 1 volt by 1 ampere കിട്ടിയാൽ it is 1 ohm. So when the potential difference between the ends of a conductor is 1 volt. 1 volt potential difference ആണ്. 1 ampere current ആണ് ഒഴുകുന്നതെങ്കിൽ resistance of the conductor എത്രയായിരിക്കും? 1 ohm ആയിരിക്കും. What is 1 ohm? If 1 volt potential difference and 1 ampere current ആണ് ഒഴുകുന്നതെങ്കിൽ ഇവന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 1 ohm ആയിരിക്കും. മനസ്സിലായല്ലോ? 1 ആംപിയർ കറണ്ട് ഒഴുകുന്നു, 1 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ 1/1 ദിസ് ഈസ് 1 ohm. സോ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് 3 ഇക്വേഷൻസുമാണ്. ഒന്നാമത്തെ ഇക്വേഷൻ V is equal to I into R. രണ്ടാമത്തെ ഇക്വേഷൻ R is equal to V by I. എങ്ങനെ കിട്ടി? R നെ ഇവിടെ വെച്ചു, I നെ താഴെ കൊണ്ടുപോയി. മൂന്നാമത്തെ ഇക്വേഷൻ I is equal to V by R. V is equal to IR, R is equal to V by I is equal to V by R. I is equal to V by R. ഈ 3 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. ഒന്നും കൂടെ എഴുതാം. V is equal to IR. ഒന്നാമത്തെ പെട്ടി കിട്ടി. I is equal to V by R. I നെ ഇവിടെ വെച്ചു, R നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. ഇനിയോ മൂന്നാമത്തെ ഇക്വേഷൻ എന്താ? R is equal to V by I. അല്ലെ? R നെ അവിടെ വെച്ചു, R നെ അവിടെ അങ്ങോട്ട് എടുത്തു, I നെ ഇങ്ങോട്ട് എടുത്തു. R is equal to V by I. ഇനി ഈ പ്രോബ്ലം ചെയ്തു നോക്കാം. കറണ്ട് കണ്ടുപിടിക്കാൻ I is equal to V by R ചെയ്താൽ മതി.
വി എത്രയാ മക്കളെ? 12. ആർ എത്രയാ? 4. 12/4 എത്ര കിട്ടും? 3 ആണോ? അപ്പൊ ഇവിടെ എത്രയായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? I is equal to V by R, which is equal to എത്രയാ? V by R is equal to 12/4 is equal to 3 ആംപിയർ അല്ലെ? V by R ചെയ്തപ്പോൾ 3 ആംപിയർ കിട്ടി. ഇനി അടുത്തത് കറണ്ടും റെസിസ്റ്റൻസും തന്നു. വോൾട്ടേജ് കണ്ടുപിടിക്കാൻ V is equal to I into R. I എത്രയാ? 2. R എത്രയാ? 3. 6 വോൾട്ട്. 6 വോൾട്ട് ആയിരിക്കും ഇവിടെ. ഇനിയോ വോൾട്ടേജ് 6 ആണ്, കറണ്ട് 3 ആണെങ്കിൽ റെസിസ്റ്റൻസ് is equal to V by I, which is equal to V. 6/3 which is equal to 2 ohm. 2 ohm ആണോ? സോ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി V by R ചെയ്താൽ 12/4 3 കിട്ടി. 3 ആംപിയർ ആയിരിക്കും കറണ്ടിന്റെ യൂണിറ്റ്. പിന്നെയോ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ I into R ചെയ്യണം. I 2 R 3 ആണെങ്കിൽ 2 into 3 6 കിട്ടും. അപ്പൊ വോൾട്ടേജ് 6 ആണ്, കറണ്ട് 3 ആണെങ്കിൽ വോൾട്ടേജ് ബൈ കറണ്ട് ആണ് റെസിസ്റ്റൻസ്, ഇറ്റ് ഈസ് 2 ohm. ക്ലിയർ? ഇങ്ങനെ വേണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ ഫിൽ ചെയ്യാൻ. എല്ലാവർക്കും ഇത്തരം ടേബിൾ ഫിൽ ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഡിജിറ്റൽ മൾട്ടിമീറ്റർ. എന്തിനാ മക്കളെ ഡിജിറ്റൽ മൾട്ടിമീറ്റർ? ആംപിയർ അളക്കാൻ, കറണ്ട് അളക്കാൻ അമ്മീറ്റർ ഉണ്ട്, വോൾട്ടേജ് അളക്കാൻ വോൾട്ട്മീറ്റർ ഉണ്ട്. അപ്പൊ റെസിസ്റ്റൻസും അളക്കണം, വോൾട്ടേജും അളക്കണം, കറണ്ടും അളക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് അളക്കണമെങ്കിൽ നോക്കൂ, DC വോൾട്ടേജ്, കറണ്ട്, AC വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എല്ലാം അളക്കാനുള്ള ഒരു ഡിവൈസിന്റെ പേരാണ് digital multimeter. So this device is used to measure DC voltage, current, AC voltage and current and resistance of a conductor. ഇതിന് ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേരാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. എല്ലാ ഡിവൈസസും ഒന്നും പഠിക്കേണ്ട, ഇങ്ങനെയുള്ള 2-3 ആൾക്കാരുടെ പേരൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, പിന്നെ എന്താണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. സോ റെസിസ്റ്റേഴ്സും റെസിസ്റ്റൻസും ഒക്കെ നമ്മൾ കണ്ടു. ഇങ്ങനെയായിരിക്കും നമ്മുടെ ലാബിലൊക്കെ പോകുമ്പോൾ റെസിസ്റ്റേഴ്സ് ഇരിക്കുക. ഓക്കെ, ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് റെസിസ്റ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാം. റെസിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആ വയേഴ്സിന്റെ എക്സ്പെരിമെന്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള ആനിമേഷൻസ് ഒന്ന് കാണിക്കാം. അതിന് മുന്നേ നമുക്ക് ഓംസ് ലോ ഫുൾ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ആനിമേഷൻസ് കാണാം. യെസ്, ഓംസ് ലോയിൽ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, പൈപ്പിലൂടെ കണ്ടിന്യൂ ചെയ്യാം. പോയിക്കൊണ്ടിരിക്കുന്ന കറണ്ടിനെ തള്ളി കൊടുക്കുന്ന വോൾട്ടേജ് ഉണ്ട്. കറണ്ട് വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടുന്നു. വോൾട്ടേജ് പിടിച്ച് ചരടിട്ട് വലിക്കാൻ ഒരാൾ നിൽക്കുക. ആരാ ഈ തടസ്സം കൊടുക്കുന്ന ആള്? ആരാണിവൻ? ആരാണിവൻ? ഇവന്റെ പേരാണ് റെസിസ്റ്റർ. റെസിസ്റ്റൻസ്. കറണ്ട് ഒഴുകുന്നതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന ആള്, എന്നാൽ കറണ്ട് കുറെ ഒഴുകുന്നുണ്ട്. വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും. തടഞ്ഞു നിർത്തുന്നവനാണ് എന്ത്? റെസിസ്റ്റൻസ്. ഓക്കെ, മാറ്റാം. യെസ്, അടുത്തത്. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ പഠിക്കാൻ എളുപ്പവഴി സാർ. അടുത്തത് ഓംസ് ലോ പഠിക്കാനുള്ള എളുപ്പവഴി എന്താ? യെസ്, കൈ പൊത്തി പിടിച്ച് നോക്കാം നമുക്ക്. കറണ്ട് കണ്ടുപിടിക്കണം. എന്താ വഴി? കണ്ടിന്യൂ ചെയ്യാം. പൊത്തി വെച്ചോ. V by R is current. വോൾട്ടേജ് പൊത്തി പിടിച്ചാൽ എന്താ കിട്ടാ? I into R is voltage. ഇനി R ഒന്ന് പൊത്തി പിടിക്കൂ. അപ്പൊ എന്നിട്ട് V by I is current. അല്ലല്ല, V by I is resistance. റെസിസ്റ്റൻസ് കിട്ടാൻ V by I താഴെ ആയി കിടക്കുന്നത്. I പൊത്തി പിടിച്ചാൽ V by R കിട്ടും കറണ്ട് കിട്ടാൻ. വോൾട്ടേജ് പൊത്തി പിടിച്ചാലോ ബാക്കിയുള്ളതാരാ? I into R. ഇവിടെ ആരാ ഉള്ളത്? നേരെ വരുന്നത്. നേരെ വന്നാൽ into R. ഓക്കെ, മതി. ഇനി നമുക്ക് റെസിസ്റ്റേഴ്സ് പഠിക്കാനുള്ള എക്സ്പെരിമെന്റ് ചെയ്താലോ? യെസ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് വയേഴ്സ് എടുക്കാൻ പോവാൻ. വേഗം നമുക്ക് കാണാം ഫ്രണ്ടിലേക്ക്. ഇവിടെ യെസ്, നമുക്ക് കാണാം. കുറച്ച് വലുതാക്കണം. യെസ്, കുറച്ച് വലുതാക്കണം. ഓക്കെ, മതി. ആണ്. ഓക്കെ, കുറച്ച് വയേഴ്സ് എടുത്തിട്ടുണ്ട്. PA, PB, PC, PD, PE. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ വയറുമായിട്ട് കണക്ട് ചെയ്യാം. ഈ PAക്കും PBക്കും PCക്കും ഒരേ തിക്നെസ് ആണ്. PD എന്ന് പറയുന്ന തിക്നെസ് കൂടുതലാണ്, PE എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടുതലാണ്. ഒരു മിനിറ്റ്, നമുക്കിനി ഓരോന്നും ഏതാന്ന് നോക്കാം. ഒരു മിനിറ്റ്. യെസ്, ഇത് ഏതാണെന്ന് അറിയോ? ഇത് അയൺ ആണ്. PA എന്താണ്? അയൺ ആണ്. PB എന്താണ്? അലൂമിനിയം ആണ്. PB is അലൂമിനിയം. ഓക്കെ, PC എന്താണെന്നറിയോ? നിക്രോം. PC എന്താണ്? നിക്രോം ആണ്. PD എന്താണ്? നിക്രോം തന്നെയാണ്, പക്ഷെ എന്താണ്? തിക്നെസ് ഡബിൾ തിക്നെസ് ആണ്. ഇതും നിക്രോം ആണ്, പക്ഷെ എന്താണ്? ലെങ്ത് ഡബിൾ ആണ്. അതായത് PA എന്ന് പറയുന്നത് അയൺ ആണ്,
PB എന്ന് പറയുന്ന അലൂമിനിയം ആണ്, PC നിക്രോം ആണ്. ഈ നിക്രോമിനേക്കാളും തടിച്ച കട്ടി കൂടിയ തിക്നെസ് ഡബിൾ ആയിട്ടുള്ള നിക്രോമാണ് ഇത്. PE എന്ന് പറഞ്ഞാലോ ഈ നിക്രോമിനേക്കാളും PCയെക്കാളും PDയെക്കാളും ലെങ്ത് ഡബിൾ ആയിട്ടുള്ള ആളാണ്. ഇനി ഓരോന്നിലേക്കും നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. PAയിലേക്ക് കണക്ട് ചെയ്യാം. അമ്മീറ്റർ ശ്രദ്ധിക്കണം, PAയിലേക്ക് കണക്ട് ചെയ്തു. PAയിലേക്ക് കൊണ്ടുപോയി തൊടാൻ നമുക്ക് കണ്ടക്ടറിനെ. PAയിലേക്ക് കൊണ്ടുപോയി മെല്ലെ തൊട്ടു, ബൾബ് കത്തി. അമ്മീറ്റർ റീഡിങ് കണ്ടല്ലോ. യെസ്, കിട്ടി. ഇനി കൂടുക കുറേ നോക്കണേ. PBയിൽ കൊണ്ടുപോയി. എന്താണ് ഇങ്ങനെ മാറി മാറി കളിക്കുന്നത്? PA ഒന്നും കൂടെ കാണിക്കാം നമുക്ക്. PA ഒന്നുകൂടി കാണാം. PA കാണും. PAയിലേക്ക് കൊണ്ടുപോയി വെക്കാം. ഒരു അമ്മീറ്റർ റീഡിങ് കിട്ടി. ഓക്കെ, ഇനി PBയിലേക്ക് കൊടുക്കാം. കൂടിയോ കുറഞ്ഞോ നോക്കിയാൽ മതി. PBയിലേക്ക് കൊടുത്തപ്പോ എന്തായി? കൂടി. ഇനി PCയിലേക്ക് കൊടുത്തപ്പോ PCയിലേക്ക് കൊടുക്കാം. ഇനി വേഗം PCയിലേക്ക് കൊടുത്തപ്പോ കുറഞ്ഞു. ഇനി PDയിലേക്ക് കൊടുക്കുമ്പോ, കാരണം സൂചി നീഡിൽ അപ്പുറത്തായിരുന്നു, ഇപ്പൊ ഇപ്പുറത്തെത്തി. PCയിൽ കൊടുത്തപ്പം കുറഞ്ഞു, മറ്റേ അപേക്ഷിച്ച് നിക്രോമിന് കുറഞ്ഞു, അതായിക്കോട്ടെ. PDയിൽ കൊടുത്തപ്പോ എന്താ സംഭവിച്ചത്? PCനേക്കാളും കൂടി PDയിൽ. PC ഇപ്പുറത്തായിരുന്നു, PDയിൽ കൂടി. അപ്പൊ തിക്നെസ് കൂടുമ്പോ ബൾബിന്റെ ബ്രൈറ്റ്നെസ് കൂടി. ആണോ? തിക്നെസ് കൂടിയപ്പോ ബൾബിന്റെ ബ്രൈറ്റ്നെസ് കൂടി, അത് മനസ്സിലായി. PEയിൽ വെച്ചോക്കെ ലെങ്ത് കൂടുമ്പോ എന്താ സംഭവിക്കുക? ലെങ്ത് കൂടുമ്പോ ബ്രൈറ്റ്നെസ് കുറഞ്ഞു. ലെങ്ത് കൂടുമ്പോൾ, അപ്പൊ ഇവിടുന്ന് ഇതാ മനസ്സിലായത്, ഏരിയ അല്ലെങ്കിൽ തിക്നെസ് കൂടിയപ്പോൾ ഇത് മാത്രം മതി. കൂടിയപ്പോൾ ബ്രൈറ്റ്നെസ് കൂടി. ആണോ? ഇനിയോ ലെങ്ത് കൂടിയപ്പോൾ ബ്രൈറ്റ്നെസ് കുറഞ്ഞു. ഈ രണ്ടെണ്ണം മാത്രം ഓർത്തു വെക്കാലോ മതി. അതായത് ഒരേ തിക്നെസ് ഉള്ള പല വയേഴ്സ് എടുത്താൽ അവന്മാർക്കൊക്കെ ഒരേ ബ്രൈറ്റ്നെസ് അല്ല ഉള്ളത്. ഒരേ അമ്മീറ്റർ റീഡിംഗ് അല്ല. ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നോട്ടെ, കറണ്ട്. ഒരേ കറണ്ട് അല്ല. തിക്നെസ് കൂടുമ്പോൾ ബ്രൈറ്റ്നെസ് കൂടി, ലെങ്ത് കൂടുമ്പോൾ ബ്രൈറ്റ്നെസ് കുറഞ്ഞു. അപ്പൊ എപ്പോഴാ മക്കളെ ബ്രൈറ്റ്നെസ് കൂടുക? കറണ്ട് കൂടുമ്പോഴല്ലേ. എപ്പോഴാ കറണ്ട് കൂടുക? റെസിസ്റ്റൻസ് കുറയുമ്പോ അല്ലേ. ഇവിടെയോ ബ്രൈറ്റ്നെസ് കുറഞ്ഞത് കറണ്ട് കുറഞ്ഞുകൊണ്ട് കറണ്ട് എപ്പോഴാ കുറയാ? റെസിസ്റ്റൻസ് കുറയുമ്പോ. റെസിസ്റ്റൻസ് കുറഞ്ഞു, ലെങ്ത് കൂടിയപ്പോൾ. ആണോ? നോ, തെറ്റി. എന്താ സംഭവിച്ചത്? കറണ്ട് കുറയുന്ന എപ്പോഴാ? റെസിസ്റ്റൻസ് കുറയുമ്പോ അല്ല, റെസിസ്റ്റൻസ് കൂടുമ്പോഴാ. സോ ലെങ്ത് കൂടിയപ്പോൾ റെസിസ്റ്റൻസ് കൂടി, തിക്നെസ് കൂടിയപ്പോൾ അല്ലെങ്കിൽ ഏരിയ കൂടിയപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു. ഇവിടുന്ന് മനസ്സിലായത് ഏരിയ കൂടിയപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു, പിന്നെയോ ലെങ്ത് കൂടിയപ്പോൾ റെസിസ്റ്റൻസ് കൂടി. അപ്പോൾ എന്ത് മനസ്സിലായി? റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/area. ഏരിയ കൂടിയപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A. ലെങ്ത് കൂടിയപ്പോൾ റെസിസ്റ്റൻസ് കൂടി എന്ന് പറഞ്ഞാൽ R ഈസ് പ്രൊപ്പോർഷണൽ ടു L. ഇത് മനസ്സിലായോ? യെസ്. അപ്പൊ മാറ്റാം. അപ്പൊ ഇവിടുന്ന് എന്താ പിടികിട്ടിയത് എന്താ? റീഡിംഗ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഇങ്ങനെ റീഡിംഗ് കിട്ടാം. ഇതിന് വ്യത്യാസമാണ് ഒക്കെ ഇരുന്നോട്ടെ. പക്ഷേ നിക്രോമിന്റെ 0.4 റീഡിംഗ് കിട്ടിയതിനെ തിക്ക് വയർ ഉപയോഗിച്ചപ്പോ എന്ത് സംഭവിച്ചു? 0.5 ആയി. കറണ്ട് കൂടിയാൽ റെസിസ്റ്റൻസ് കുറഞ്ഞു. അപ്പോൾ ഏരിയ കൂടി. തിക്നെസ് എന്ന് പറഞ്ഞാൽ ഏരിയ കൂടിയപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു. ഇനി നോക്കൂ, അതേ നിക്രോമിന് ലെങ്ത് കൂടിയപ്പോൾ കറണ്ട് കുറഞ്ഞു പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടിയപ്പോ ലെങ്ത് കൂടിയപ്പോൾ റെസിസ്റ്റൻസ് കൂടി. അപ്പോ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L, വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A. അതിനെ ഒന്ന് ചെയ്താൽ R ഈസ് പ്രൊപ്പോർഷണൽ ടു L/A എന്ന് നമുക്ക് എഴുതാം. വാട്ട് ഈസ് ദാറ്റ്? R ഈസ് പ്രൊപ്പോർഷണൽ ടു L/A. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓരോ കേസിലും സെയിം ആയിരുന്നില്ല. പിന്നെ ഡിഫറെന്റ് കണ്ടക്ടേഴ്സ് ഓഫ് സെയിം ലെങ്ത്തും തിക്നെസ്സും എടുത്തപ്പോഴും വ്യത്യാസമായിരുന്നു അല്ലേ? എല്ലാ കേസിലും വ്യത്യാസമായിരുന്നു. പിന്നെ എന്താ ചേഞ്ച് ഉണ്ടായത്? അമ്മീറ്റർ റീഡിങ്ങും ചേഞ്ച് ചെയ്തു. എപ്പോ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ലെങ്ത്തും മാറ്റിയപ്പോൾ എന്ത് ചെയ്തു? അമ്മീറ്റർ റീഡിങ്ങും ചേഞ്ച് ചെയ്തു. ചേഞ്ച് ഇൻ ദ അമ്മീറ്റർ റീഡിംഗ് വെൻ ലെങ്ത് മാറ്റിയപ്പോൾ മാറി. ലെങ്ത് മാറ്റിയപ്പോഴും തിക്നെസ് മാറ്റിയപ്പോഴും അമ്മീറ്റർ റീഡിംഗ് മാറി. അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരുന്നു. പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ മാറ്റിയിട്ടില്ല. പക്ഷേ ലെങ്തും ഏരിയയും കൂട്ടിയപ്പോൾ എന്ത് വ്യത്യാസം വന്നു? അമ്മീറ്റർ റീഡിംഗ് വ്യത്യാസം വന്നു. അക്കോർഡിംഗ് ടു ഓംസ് ലോ
വി ബൈ ഐ മസ്റ്റ് ബി എ കോൺസ്റ്റന്റ്. വി ബൈ ഐ ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ ആര് മാറി? റെസിസ്റ്റൻസ് ആണ് മാറിയത്. ഇഫ് സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ചേഞ്ച് ഇൻ അമ്മീറ്റർ റീഡിംഗ്? ചേഞ്ച് ഇൻ അമ്മീറ്റർ റീഡിംഗ്, അമ്മീറ്റർ റീഡിംഗ് മാറാനുള്ള കാരണം എന്താ? റെസിസ്റ്റൻസ് മാറി. റെസിസ്റ്റൻസ് കൂടി അല്ലെങ്കിൽ കുറഞ്ഞു. സോ റെസിസ്റ്റൻസ് മാറിയതാണ് ഇവിടെ അമ്മീറ്റർ റീഡിംഗ് മാറാനുള്ള കാരണം. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കാം? റെസിസ്റ്റൻസ് കൂടുകയോ കുറയോ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. കാരണം എന്താ? ഒരു കണ്ടക്ടറിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കുറെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവന്മാര് തമ്മിൽ കൂട്ടിയിടിക്കും. കൂട്ടിയിടിച്ചാൽ കറണ്ടിനുള്ള തടസ്സം കൂടും. അതുകൊണ്ട് കൂട്ടിയിടി കൂടുന്നതുകൊണ്ട് ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. മനസ്സിലായോ? ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ഇനി നമുക്കൊരു ആനിമേഷൻ കൂടെ കണ്ടു നോക്കാം. ഓക്കെ, ലെങ്ത് മാറ്റിയപ്പോൾ എങ്ങനെ മാറും നമുക്ക് മനസ്സിലായി. ഇവിടെ കാണിക്കാം. യെസ്, താഴത്ത് കാണിക്കാം. ഇനി ഒരു ആനിമേഷൻ കൂടെ നമുക്ക് നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? പി ഇ എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ടുള്ള കണ്ടക്ടർ ആണെന്ന് പറഞ്ഞു. ആ ലെങ്തിനെ കുറച്ച് കണ്ടു നോക്കാം. ഈ ജെ എന്ന് കാണിച്ച ജോക്കിയാണ്, കണ്ടക്ടർ തന്നെയാണ്, കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ്. ലെങ്ത് കുറയ്ക്കാം. പിന്നെ ബ്രൈറ്റ്നെസ് കൂടി ബൾബ് കൂടുതൽ കട്ടി. എന്താ മനസ്സിലായത്? ലെങ്ത് കുറഞ്ഞാൽ കറണ്ട് കൂടി, ബ്രൈറ്റ്നെസ് കൂടിയാൽ കറണ്ട് കൂടുമ്പോ ലെങ്ത് കുറച്ചു. കണ്ടക്ടർ ഇത്രയേ ഉള്ളൂ. നീളമുള്ള കണ്ടക്ടറിന്റെ ലെങ്ത് കുറച്ച് വന്നപ്പോ ബ്രൈറ്റ്നെസ് കൂടി എന്ന് പറഞ്ഞാൽ കറണ്ട് കൂടി. ഓക്കെ, ലെങ്ത് കുറഞ്ഞാൽ കറണ്ട് കൂടും. എന്തുകൊണ്ടാ കറണ്ട് കൂടുന്നത്? റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്. ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുന്നു, കറണ്ട് കൂടുന്നു. R is proportional to L മാറ്റം. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസിന്റെ പേരാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. സോ സ്ലൈറ്റ് ആയിട്ട് ഈ പിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്റൻസിറ്റി ഓഫ് ബൾബിന് എന്ത് സംഭവിച്ചു മക്കളെ? യെസ്, ഇന്റൻസിറ്റി ഓഫ് ബൾബ് decreases as the length of the conductor decreases. ലെങ്ത് കുറയുമ്പോ അല്ലെ ഇന്റൻസിറ്റി ഓഫ് ബൾബ് കൂടുന്നു. ഇൻക്രീസസ് എപ്പോഴാ കൂടിയത്? ഈന്ന് പിയിലേക്ക് കൊണ്ടുവന്നപ്പോ കൂടി. ആസ് ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഡിക്രീസസ്, റെസിസ്റ്റൻസും എന്ത് ചെയ്യുന്നു? റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഏരിയയെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഏരിയ കൂട്ടുമ്പോൾ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L by A. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. സോ മനസ്സിലായില്ലേ? നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ ആണെന്നനുസരിച്ച് കറണ്ട് കൂടുന്നുണ്ട്. അയണിനെ പോലെയല്ല അലൂമിനിയം കൂടുതലാണ്. സോ എന്തുണ്ട്? അയണിനേക്കാൾ കൂടുതൽ അലൂമിനിയം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ നേച്ചർ അനുസരിച്ച് മാറുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. മനസ്സിലായില്ലേ? ക്ലിയർ. സോ if the potential difference is constant, potential difference യെസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ R is equal to V by I ആണ്. സോ ഇതൊരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പറയാം R is proportional to 1 by I. അല്ലെ? എന്താണ് മനസ്സിലായത്? കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. ഫോർ എ കണ്ടക്ടർ ഓഫ് യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് റെസിസ്റ്റൻസ് ആർ ഇൻവേഴ്സ്. എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് ഇനി നോക്കാം. R is proportional to L by A. ഏരിയ ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ യൂണിഫോം ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ എന്താണ്? ഇതൊരു കോൺസ്റ്റന്റ് ആണ്. R is proportional to L. റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് എന്താണ്? റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പൊ ലെങ്ത് കുറച്ചാൽ റെസിസ്റ്റൻസ് കുറയ്ക്കാം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് റിയോസ്റ്റാറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഡിവൈസ്. എന്ത് ബേസ് ചെയ്തുകൊണ്ട്? ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. റിയോസ്റ്റാറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് ദ കറന്റ് ഇൻ എ സർക്യൂട്ട് ബൈ ചേഞ്ചിങ് ദ റെസിസ്റ്റൻസ്. ഇങ്ങനെയാണ് റിയോസ്റ്റാറ്റിന്റെ സിമ്പൽ ഉണ്ടാവുക. വലിയ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ പഠിക്കും. സോ ഇത് നമുക്ക് ചെയ്തു നോക്കാം. നോക്കൂ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ലെങ്ത് 1 ആണ്. ഏരിയ 1 ആണെങ്കിൽ റെസിസ്റ്റൻസ് R ആയി. ഇനി 2 ആണെങ്കിലോ? ലെങ്ത് കൂട്ടിയാൽ 2R. ഏരിയ കൂട്ടിയാൽ എന്ത് ചെയ്യും? ഏരിയ ഡബിൾ ആക്കിയാൽ ഏരിയ കൂട്ടിയാൽ റെസിസ്റ്റൻസ് കുറയും, പകുതിയാവും. ഇനിയോ ലെങ്ത്തും 2 ഏരിയയും 2 ആണെങ്കിൽ എന്താവും? ഇവിടെ എത്രയായിരിക്കും? 2/2. ഒന്ന് കൂട്ടി അടുത്തതും കൂട്ടി. അപ്പൊ എന്താ? റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L by A. L 2L ആക്കി, ഏരിയ 2 ആക്കി. 2 2 ക്യാൻസൽ ചെയ്യും, L by A R തന്നെ കിട്ടും. ഇനിയോ ലെങ്ത് 1 ആണ്. R is proportional to L by A, which is equal to 1L by area എത്രയാക്കി? 1/2 ആക്കി. അപ്പൊ ഈ 2 എങ്ങോട്ട് പോകും? മുകളിലേക്ക് പോകും. സോ ഇറ്റ് ബിക്കംസ് 2R. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള വാല്യൂസ് ആണ്. ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഏരിയ പകുതിയാക്കിയാൽ റെസിസ്റ്റൻസ് ഡബിൾ ആവും.
ഏരിയ ഡബിൾ ആക്കിയാൽ റെസിസ്റ്റൻസ് പകുതിയാവും. ഏരിയ കൂട്ടിയാൽ റെസിസ്റ്റൻസ് കുറയും, ലെങ്ത് കൂട്ടിയാൽ റെസിസ്റ്റൻസ് കൂടും. പഠിച്ചു വെച്ചേക്കാം. സോ the resistance of a conductor increases with increase in length and decreases with എന്താണ് increase in area. So ഇവിടെ നമ്മളൊരു ക്വാണ്ടിറ്റിനെ പഠിക്കും. R is proportional to L by A, which implies R is equal to proportionality മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു L by A ചെയ്യാം. ഈ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ റോ എന്ന് വിളിക്കുന്നത്. റോ ഇൻറ്റു L by A. അപ്പം R is equal to റോ ഇൻറ്റു L by A കിട്ടിയാൽ R is equal to റോ ഇൻറ്റു L by A. അപ്പൊ റോ എന്തായിരിക്കും? ഇവിടെ റോ വെക്കൂ, R ഇൻറ്റു A by L. So this is called resistivity of a material. കണ്ടക്ടർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്നാണ് പറയുന്നത്. ഇനി ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്, ലെങ്ത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കൂ. അപ്പൊ റോ എത്രയായിരിക്കും? 1/1 which is equal to അല്ലെ എന്താണ്? ഒന്നും കൂടെ പറയാം. റോ is equal to R into A by L ആണ്. ഇനി ഏരിയ 1 മീറ്റർ സ്ക്വയർ, ലെങ്ത് 1 മീറ്റർ ആണെങ്കിൽ റോ becomes equal to R. But rho is equal to resistance when area is 1 meter square, length is 1 meter. But unit area cross sectionum, unit area of cross sectionum 1 meter length ഉള്ള കണ്ടക്ടർ എടുത്താൽ അതിന്റെ resistivity is equal to resistance ആയിരിക്കും. What is resistivity? It is the resistance of a unit area of a conductor having unit length and unit area of cross section. Unit length ഉം unit area of cross sectionum ഉള്ള കണ്ടക്ടറിന്റെ എന്താണ്? റെസിസ്റ്റൻസ് തന്നെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ റെസിസ്റ്റിവിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്ക്. യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ആളുടെ റെസിസ്റ്റൻസ് തന്നെയാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കോൺസ്റ്റന്റ് അറ്റ് ഫിക്സഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആണെങ്കിൽ ഒന്നുമില്ല, എന്താണ് റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെന്താണ്? ഡിഫറെന്റ് മെറ്റീരിയൽസിനനുസരിച്ച് ഇത് മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്താ മക്കളെ? റെസിസ്റ്റൻസ് ഇൻറ്റു എ എന്താണ്? മീറ്റർ സ്ക്വയർ. ലെങ്ത് എന്താണ്? മീറ്റർ. അപ്പൊ കട്ട് ചെയ്ത് പോയി. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ. സോ ഓം മീറ്റർ ഇസ് ദ യൂണിറ്റ്. എന്താണ്? ഓം മീറ്റർ ഇസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ക്ലിയർ? യെസ്. സോ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പോരുത്. കണ്ടക്ടിവിറ്റിനെ എഴുതുന്ന ലെറ്റർ എന്താണ്? കണ്ടക്ടിവിറ്റി സിഗ്മ. സിഗ്മ ഈക്വൽ ടു 1/ρ എന്ന് പറഞ്ഞാൽ 1 റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി. റെസിസ്റ്റിവിറ്റി പറഞ്ഞാൽ റെസിസ്റ്റൻസ് തടസ്സത്തെ കാണിക്കുന്നതാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 റെസിസ്റ്റിവിറ്റി ആണ്, കണ്ടക്ഷനെ കാണിക്കുന്നതാണ്. ഓക്കെ, യെസ്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരാൻ പോവാണ്. അപ്പൊ റിയോസ്റ്റാറ്റും കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ സൈഡിൽ അപ്പൊ ക്ലാമ്പ് അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ഡ് ടു മെഷർ ദ കറണ്ട്. കറണ്ട് മെഷർ ചെയ്യാനുള്ള ഒരാളാണ് ക്ലാമ്പ് അമ്മീറ്റർ. അതൊന്ന് പഠിച്ചോളൂ. ഡിജിറ്റൽ മൾട്ടിമീറ്റർ, കറണ്ട് വോൾട്ട്മീറ്റർ ഒക്കെ അളക്കാം. ക്ലാമ്പ് അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് അളക്കാൻ വേണ്ടിയാണ്. യെസ്, റിയോസ്റ്റാറ്റ് ഒന്ന് കാണാം സൈഡിൽ. യെസ്, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റ്, യെസ്, ഇങ്ങനെയുള്ള ഒരു ചുറ്റി വെച്ചിരിക്കുന്ന ആളായിരിക്കും റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? സോ ഇവനെ എന്ത് ചെയ്യാം? ഇങ്ങനെയായിരിക്കും ഏകദേശം റിയോസ്റ്റാറ്റിനെ കാണാനുണ്ടാവുക. ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അല്ല, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇവിടെ നീക്കിക്കഴിഞ്ഞാൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബൾബിന്റെ ബ്രൈറ്റ്നെസ്സിൽ താത്തി കാണിക്കും. സാർ കുറച്ച് താത്തി കാണിക്കും. ബൾബിന്റെ ബ്രൈറ്റ്നെസ്സിൽ നമുക്ക് വ്യത്യാസം വരുത്താം. നോക്കൂ, ലെങ്ത് കുറച്ച് ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടാം. മതി. മനസ്സിലായില്ലേ? സോ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ 6 കറണ്ട് ഇലക്ട്രിസിറ്റി ഇവിടെ അവസാനിക്കുകയാണ് മക്കളെ. സോ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ചോളൂ. താങ്ക് യു സോ മച്ച്. അപ്പോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.